പ്പെട്ട ഒരു സമയം കൂടെ കർത്താവിന്റെ ജനത്തോടൊന്നിച്ച് ഞങ്ങൾക്ക് ആയിരിക്കാനും ശുശ്രൂഷ ചെയ്യുവാനും കർത്താവ് അനുവദിച്ചു തന്ന സമയത്തെ ഓർത്ത് ദൈവനാമത്തെ മഹത്വപ്പെടുത്തുക. एक और बार इस आशीषित समय में परमेश्वर के लोगों के साथ इकट्ठा होने का, परमेश्वर के नाम की महिमा का मौका मिलने के लिए परमेश्वर को मैं धन्यवाद देता हूँ। സഹോദരങ്ങളെ, നാം ക്രിസ്തീയ ജീവിതത്തെ ഗൗരവത്തോടെ എടുക്കുന്നു എങ്കിൽ ഈ ലോകത്തിലെ ജീവിതത്തിന് അപ്പുറം ശ്രേഷ്ഠമേറിയ ഒരു ജീവിതം എൻ്റെ മരണശേഷമുണ്ട് എന്ന് വിശ്വസിക്കുന്നു എങ്കിൽ നാം ഈ കേൾക്കുന്ന വചനങ്ങളെ ഗൗരവത്തോടെ ഹൃദയത്തിൽ സ്വീകരിക്കേണ്ടതാവുന്നു. भाइयों, अगर हम मसीही जिंदगी को गंभीरता से लेते हैं और अगर हमें विश्वास है कि हमारी यहाँ की जिंदगी के बाद एक और जीवन है, तो जो वचन हम इन दिनों में सुन रहे हैं उसे हमें बड़ी गंभीरता से लेना है। ആത്മീയ ജീവിതത്തിന്റെ ശക്തി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കർത്താവിന്റെ കൈകളിൽ നാം ഉപയോഗിക്കപ്പെടുന്നതിന്റെ ആവശ്യകത എന്ന് പറയുന്നത്, കർത്താവിന്റെ സന്നിധിയിൽ നമ്മൾ എത്രമാത്രം സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും. आत्मिक जीवन की सामर्थ्य या फिर प्रभु के हाथों में हम कितने इस्तेमाल होते हैं, ये इस बात पर निर्भर है कि हमने अपने आप को कितना अधिक प्रभु के हाथों में समर्पित किया है। സഹോദരങ്ങളെ, കഴിഞ്ഞ നാളുകളിൽ കേട്ട വചനം നാം ചിന്തിക്കുമ്പോൾ, നാം പഠിച്ച വചനങ്ങൾ നാം ചിന്തിക്കുമ്പോൾ, നമ്മുടെ എത്ര പേരുടെ ഹൃദയത്തിൽ ആഗ്രഹമുണ്ട്, കർത്താവേ, ഈ ഭൂമിയിലെ ജീവിതം കഴിയുന്നതിന് മുമ്പേ സ്വർഗത്തിൽ എനിക്ക് പ്രയോജനമുള്ള, എനിക്ക് പ്രതിഫലം കിട്ടുന്ന രീതിയിൽ ജീവിപ്പാൻ എന്നെ സഹായിക്കണമേ എന്ന് എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? भाइयों, पिछले दिनों में हमने जो वचन सुना है, जो वचन सीखा है, उसके आधार पर जब हम सोचते हैं तो हम में से कितनों के अंदर ये इच्छा है कि एक ऐसी जिंदगी जीने का मुझे प्रभु सौभाग्य दे कि मैं परमेश्वर की उपस्थिति में जीने पाऊं, उसके अनुग्रह में मैं आगे जीने पाऊं। കർത്താവായ ക്രിസ്തുവേശുവിന്റെ ശിഷ്യനായി തീരുവാൻ, കർത്താവായ ക്രിസ്തുവേശുവിന്റെ ദാസനോ ദാസിയോ ആയി തീരുവാൻ തക്കവണ്ണം ഈ ലോകം നമുക്ക് തരുന്ന ക്വാളിഫിക്കേഷൻസിന്റെ ആവശ്യമില്ല. प्रभु यीशु मसीह के चेले के रूप में या प्रभु यीशु मसीह के दास के रूप में हमें उस योग्यता की जरूरत नहीं है जो ये दुनिया हमें बताती है या दुनिया हमें जो देती है। ഈ ലോകത്തിൽ നമുക്കൊരു ഹൃദയമുണ്ടെങ്കിൽ, കർത്താവിനെ അനുസരിക്കുവാൻ തക്കവണ്ണം സമ്പൂർണമായി താഴ്ത്തി കൊടുക്കുന്നുവെങ്കിൽ, സഹോദര സഹോദരി, നിനക്ക് വായിക്കുവാൻ അറിയാമോ, എഴുതുവാൻ അറിയാമോ, പ്രസംഗിക്കുവാൻ അറിയാമോ, ഇതൊന്നും ഒരു വിഷയമല്ല കർത്താവിന് നിന്നെ ഉപയോഗിക്കുവാൻ. अगर हमारी दिल में इच्छा है और अगर हम अपने आप को प्रभु के हाथों में दीनता के साथ समर्पित करते हैं, तो चाहे आपको पढ़ना लिखना आता हो, प्रचार करना आता हो या नहीं आता, उससे कोई फर्क नहीं पड़ता। ലോകത്തിൽ ശ്രേഷ്ഠമേറിയ ക്രിസ്തീയ ജീവിതം നയിച്ചിരുന്ന അനേകരുടെ ജീവചരിത്രങ്ങൾ പരിശോധിക്കുമ്പോൾ അവരെ പലരെയും ദൈവം പ്രസംഗിക്കുവാൻ ഉപയോഗിച്ചില്ല. इस दुनिया में जब बहुत से उत्तम मसीही जिंदगी जीने वाले लोगों को हम देखते हैं, तो उनमें से कईयों को परमेश्वर ने प्रचार के लिए नहीं बुलाया था। ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ, ക്രിസ്തീയ സഭയുടെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ, കർത്താവിങ്കലേക്ക് ദേശങ്ങളെ കൊണ്ടുവന്നിട്ടുള്ള, കർത്താവിങ്കലേക്ക് സഹോദരങ്ങളെ കൊണ്ടുവന്നിട്ടുള്ളവരുടെ ജീവചരിത്രം പരിശോധിച്ചാൽ അവരിൽ പലരും അറിയപ്പെടുന്ന പ്രസംഗകരായിരുന്നില്ല. अगर हम मसीही इतिहास पर एक नजर डालें, तो जो लोग कई जगहों को, गांवों को प्रभु में लाए हैं, बहुत से लोगों को जो प्रभु में लाए हैं, उनमें से बहुत सारे लोग जाने माने प्रचारक नहीं थे। നമ്മുടെ കർത്താവായ യേശു കർത്താവിന്റെ ശിഷ്യന്മാരെ കുറിച്ചൊന്ന് നോക്കിക്കേ, ആദിയിലെ അപ്പോസ്തലന്മാരെ കുറിച്ച് നോക്കിക്കേ, അവരൊക്കെ മുക്കുവരായിരുന്നു, വെറും സാധാരണക്കാരായ മനുഷ്യരായിരുന്നു. എഴുത്തും വായനയും അവരിൽ പലർക്കും അറിയാമോ എന്നുള്ളത് തന്നെ സംശയമാണ്. हमारे प्रभु के चेलों के बारे में आप देखिए, शुरुआती प्रेरितों के बारे में आप देखिए, वो मछुआरे थे, साधारण लोग थे, और उनकी पढ़ाई लिखाई के बारे में भी शक है कि वो कहाँ तक पढ़े लिखे थे। അതുകൊണ്ട് എന്നെ ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ, നിങ്ങൾ ആരെങ്കിലും കരുതുകയാണ് കർത്താവിന്റെ സഭയിൽ നിങ്ങൾ ഉപയോഗിക്കപ്പെടുവാൻ, കർത്താവിന്റെ രാജ്യത്തിൽ ഉപയോഗിക്കപ്പെടുവാൻ, കർത്താവിന്റെ കൈകളിൽ ഉപയോഗിക്കപ്പെടുവാൻ തക്കവണ്ണം നിങ്ങൾക്ക് കഴിയുകയില്ല. കാരണം ഈ ലോകത്തിൽ നോക്കുമ്പോൾ ലോകപരമായിട്ടുള്ള പല കുറവുകളും നിങ്ങൾക്കുണ്ട് എന്നുള്ളതിന് പേര്. तो इसलिए अगर कोई ये सोच रहा है कि इस दुनिया के हिसाब से जब मैं खुद को देखता हूं तो मेरे अंदर कोई योग्यता नहीं है, कोई गुण नहीं है, इसलिए मैं कलीसिया में इस्तेमाल नहीं हो सकता, मैं प्रभु के हाथों में इस्तेमाल नहीं हो सकता,
ദൈവവചനത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് എ വേർഡ് ഓഫ് എൻകറേജ്മെന്റ്, നിങ്ങൾക്ക് ഒരു എൻകറേജ്മെന്റ് തരുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അഥവാ ധനമില്ലായിരിക്കാം, അല്ലെങ്കിൽ വിദ്യാഭ്യാസമില്ലായിരിക്കാം, അല്ലെങ്കിൽ കുടുംബ മഹിമയില്ലായിരിക്കാം, അല്ലെങ്കിൽ ലോകം നിങ്ങളെ അറിയുന്നില്ലായിരിക്കാം. ഇതൊന്നും തന്നെ കർത്താവിന്റെ ശ്രേഷ്ഠമേറിയ വേല നിങ്ങൾക്ക് ചെയ്യുന്നതിന് തടസ്സമായിട്ടില്ല. तो परमेश्वर के वचन की ओर जाने से पहले प्रोत्साहन का एक वचन मैं आपके लिए बोलना चाहता हूं कि शायद आपके पास में धन नहीं होगा, शायद आपका नाम इतना बड़ा नहीं होगा, आपका परिवार इतना बड़ा नहीं होगा, आप ज्यादा पढ़े लिखे नहीं होंगे, दुनिया आपको जानती नहीं होगी, पर प्रभु के द्वारा आपको इस्तेमाल किए जाने के लिए इन सब से कोई फर्क नहीं पड़ता। നിങ്ങൾ എവിടെയായിരിക്കുന്നുവോ, നിങ്ങളുടെ സാഹചര്യം എന്തായിരിക്കുന്നുവോ, ദൈവം കർത്താവായ യേശു നിങ്ങളെ എങ്ങനെ വിളിച്ചിരിക്കുന്നുവോ അതേ സാഹചര്യത്തിൽ തന്നെ വലിയ പ്രവൃത്തികളെ ചെയ്യുവാൻ കർത്താവ് നിങ്ങളെ ഉപയോഗിക്കും. आप जहां भी हैं, जिस तरह के भी माहौल में है, प्रभु ने जिन परिस्थितियों में आपको बुलाया है, उसी परिस्थितियों में प्रभु आपको इस्तेमाल कर सकता है। നിങ്ങളുടെ ചുറ്റുപാടുകളിൽ നിങ്ങളോട് അടുത്ത് നിൽക്കുന്ന വ്യക്തികളുടെ മധ്യത്തിൽ നിങ്ങളിലൂടെ ശ്രേഷ്ഠമേറിയ ദൈവപ്രവൃത്തി നടക്കുന്നത് കണ്ട് ലോകം കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം നിങ്ങളുടെ ചെറിയ ജീവിതം കൊണ്ടിടയാകും. आपकी छोटी सी जिंदगी के द्वारा परमेश्वर ऐसा कर सकता है कि आपकी जिंदगी को देखकर आपके आसपास के लोग, आपके जान पहचान के लोग, आपके द्वारा होने वाले प्रभु के बड़े बड़े कामों को देखकर परमेश्वर की महिमा करने पाए। അത് മനസ്സിലാക്കുവാൻ തക്കവണ്ണം, അത് അനുഭവത്തിലാകുവാൻ തക്കവണ്ണം സഹോദരങ്ങളെ ഇന്ന് നാം കേൾക്കുന്ന വചനത്തിന് വളരെ വ്യക്തമായി ചെവി കൊടുക്കുക. पर उसे समझने के लिए, उसे अपने अनुभव में उतारने के लिए भाइयों, आज जो वचन हम सुनने जा रहे हैं उसकी ओर अपने कानों को पूरी तरह से खोलें। കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് പ്രാർത്ഥന എന്ന വിഷയത്തെക്കുറിച്ചാണ്. पिछले दिनों में हम प्रार्थना के विषय के बारे में सीखते आ रहे थे। വീണ്ടും അതിന്റെ ഇൻട്രൊഡക്ഷൻ പറഞ്ഞ് ഞാൻ സമയം കളയുന്നില്ല. फिर से उसके परिचय को बताकर मैं समय खराब नहीं करना चाहता। കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പഠിച്ചത് 12ാമത്തെ വാക്യത്തിൽ നിന്നാണ്, മാത്യു 6:12 നിന്നാണ്, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. पिछले सप्ताह हमने मत्ती 6:12 को पढ़ा था, जहां लिखा है कि जैसे हमने अपने अपराधियों को क्षमा किया है, वैसे ही तू भी हमारे अपराधों को क्षमा कर। ഇത് ക്രിസ്തീയ ജീവിതത്തിന്റെ ആദ്യത്തെ സ്റ്റെപ്പാണ്, നമ്മുടെ സകല പാപങ്ങളും ക്ഷമിച്ചു കിട്ടിയിരിക്കുന്നു എന്നുള്ള ഉറപ്പ്. ये मसीही जिंदगी का पहला कदम है, ये भरोसा कि हमारे सारे पाप माफ हो गए हैं। അങ്ങനെ ആ ഒരു ക്ഷമ കിട്ടാത്തവരാരെങ്കിലും, ആ ഒരു ഉറപ്പ് കിട്ടാത്തവരാരെങ്കിലും എന്നെ ഇന്നത്തെ രാത്രി കേൾക്കുന്നുവെങ്കിൽ ഇത് അടിസ്ഥാനപരമായ ഒരു ആവശ്യമാണ്. ദിസ് ഈസ് ദ ഫൗണ്ടേഷൻ. സോ യു ഗോ ടു മേക്ക് ഷുവർ ദാറ്റ് ദിസ് ഈസ് ഹാപ്പൻഡ് ഇൻ യുവർ ലൈഫ്. अगर कोई ऐसा व्यक्ति मेरी बात को सुन रहा है जिसको ये माफी नहीं मिली है, या जिसको ये भरोसा अभी तक नहीं मिला है, तो मैं आपसे कहना चाहता हूं कि आपको पहले ये माफी पानी, आपको ये भरोसा पाना जरूरी है, क्योंकि ये मसीही जिंदगी की नींव है, आधार है। നിങ്ങളുടെ കഴിഞ്ഞകാല ജീവിതത്തിലെ പാപങ്ങൾ എത്ര ഘോരമായിക്കൊള്ളട്ടെ, എത്ര മഹാഭയങ്കരമായിക്കൊള്ളട്ടെ, എത്ര വലിയ പാപത്തിന്റെ ആഴത്തിലാണ് നിങ്ങൾ കിടക്കുന്നതെന്നായിക്കൊള്ളട്ടെ, ഇതൊന്നും കർത്താവിന്റെ അടുക്കലേക്ക് വരുന്നതിന് നിങ്ങൾക്ക് തടസ്സമാകത്തില്ല. मसीह में आने से पहले आपके पाप, चाहे कितने भी घोर पाप आपने किए हो, चाहे कितने भी बड़े पाप के गर्त में आप क्यों ना पड़े हो, पर मसीह में आने के लिए ये सब बातें कोई भी आपके लिए रुकावट नहीं है। ഇപ്പോൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ആരുടെയെങ്കിലും ജീവിതത്തിൽ ഇത്ര വലിയ പാപമുണ്ടെന്ന് നിങ്ങൾക്ക് ബോധ്യം വരുന്നുവെങ്കിൽ കർത്താവിന്റെ സന്നിധിയിലേക്ക് കടന്നു വന്ന് മുഴങ്കാലിൽ നിന്നുകൊണ്ട്, കർത്താവെ എന്നോട് ക്ഷമിക്കണമേ, ഞാൻ ഈ പാപത്തിന്റെ വഴികളെ ഉപേക്ഷിക്കുവാൻ തയ്യാറാകുന്നു, ഇതിനെ വെറുക്കുവാൻ തയ്യാറാകുന്നു, അങ്ങയുടെ രക്തത്തിൽ എന്നെ കഴുകണമേ എന്ന് പറഞ്ഞ് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക. इस वचन को सुनते समय अगर किसी को ये एहसास हो रहा है कि मेरी जिंदगी में ऐसा कोई बड़ा पाप है, तो आप प्रभु के सामने रो रो कर उसके सामने ये कहें कि प्रभु, मेरी जिंदगी में ये पाप है, मैं उन पाप के रास्तों को त्यागना चाहता हूँ, मैं उस पाप से नफरत करना चाहता हूँ, मैं उस पाप से छुटकारा पाना चाहता हूँ और मुझे अपने रास्ते पर चला। इस तरह से आप प्रभु के सामने रो रो कर उससे अंगीकार कीजिए। നമ്മൾ കേട്ടുകൊണ്ടിരുന്ന വചനപ്രകാരം മറ്റാരോടെങ്കിലും നമ്മൾ ക്ഷമിക്കുവാൻ ബാക്കിയുണ്ടെങ്കിൽ, മറ്റാരെങ്കിലും നമ്മളെ ഉപദ്രവിച്ചത്, നമ്മളെ പകച്ചത്, നമുക്ക് കഴിഞ്ഞ കാലങ്ങളിൽ ദോഷം വരുത്തിയത്, ഇതൊക്കെയും നാം ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് ക്ഷമിക്കുവാൻ തയ്യാറാകണം, കർത്താവ് നമ്മളോട് ക്ഷമിക്കണമെങ്കിൽ. और पिछली बार जैसे हमने सुना कि पिछले दिनों में अगर किसी ने हमारा कोई नुकसान किया है, हमें कोई चोट पहुंचाई है, हमें कोई दर्द दिया है, और उसके बारे में अगर हमारे मन में उनके प्रति कोई बैर है, कोई नफरत है, तो अगर हम प्रभु की माफी को पाना चाहते हैं तो पहले हमें उन्हें माफ करना होगा।
അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്, നാം എല്ലാവരോടും ക്ഷമിച്ചു, നമ്മൾ ആർക്കും കടം കൊടുക്കാൻ ബാക്കിയില്ല. അതുപോലെ തന്നെ കർത്താവിന്റെ സന്നിധിയിൽ ഞാൻ പാപത്തെ വെറുക്കുന്നു, കർത്താവേ എന്റെ പാപങ്ങളെ ക്ഷമിക്കണമേ എന്ന് നാം പറയുന്നുവെങ്കിൽ 100% ഇന്നത്തെ രാത്രി ഉറപ്പാക്കുക, നമ്മുടെ സകല പാപങ്ങളെയും കർത്താവ് വിശ്വാസത്താൽ കഴുകി മായ്ച്ചിരിക്കുന്നു. तो एक तो हमें ये एहसास होना चाहिए, भरोसा होना चाहिए कि ऐसा कोई पाप नहीं है दूसरे का जिसे मैंने माफ नहीं किया हो, और फिर प्रभु से माफी पाने का वो 100% भरोसा आप अपनी जिंदगी में पाएं। അടുത്ത വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്കിൽ നിന്ന് വിടുവിക്കണമേ. 13-ാമത്തെ വാക്യം. 13वें वचन में हम पढ़ते हैं, हमें परीक्षा में न ला परंतु बुराई से बचा। അപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്, നമ്മുടെ പാപങ്ങളെല്ലാം കർത്താവ് ക്ഷമിച്ചു, നമ്മൾ വി സ്റ്റാർട്ടഡ് ലീഡിങ് എ ക്രിസ്ത്യൻ ലൈഫ്. सॉरी, നാം ഇപ്പോൾ കേട്ടുകൊണ്ടിരുന്നത്, നമ്മുടെ പാപങ്ങളെല്ലാം നമ്മൾ കർത്താവ് ക്ഷമിച്ചു, നമ്മളിപ്പോൾ ഒരു ക്രിസ്തീയ ജീവിതം ആരംഭിക്കുകയാണ്. हम ये सुनते आ रहे हैं कि प्रभु ने हमारे सारे पापों को माफ कर दिया है और हम अपनी मसीही जिंदगी शुरू कर रहे हैं। അപ്പോൾ കഴിഞ്ഞകാല പാപങ്ങളെല്ലാം കർത്താവ് നമ്മളോട് ക്ഷമിച്ചു എന്ന് ഉറപ്പാകുമ്പോൾ, ധൈര്യമാകുമ്പോൾ, ഈ നാളുകളിൽ നാം ജീവിക്കുന്ന ഈ ജീവിതത്തിൽ, ഈ ലോക ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൽ വീണ്ടും പാപം വരുവാനുള്ള സാഹചര്യം വളരെയുണ്ട്. तो ऐसी माफी पाने के बाद जब हम दिन प्रतिदिन की अपनी जिंदगी इस दुनिया में बिताते हैं, तो फिर से ये संभावना है कि पाप हमारी जिंदगी में आ जाए। കഴിഞ്ഞ കാലങ്ങളിൽ നാം ചെയ്ത പാപങ്ങളുടെ അതേ സാഹചര്യങ്ങൾ ഇപ്പോൾ നിലനിൽക്കുന്നു. അതുമാത്രമല്ല, കഴിഞ്ഞ നാളുകളിൽ നാം ജീവിച്ച അതേ ശരീരത്തിലാണ് നമ്മൾ ഇപ്പോഴും ജീവിക്കുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ ചുറ്റുപാടും ഉണ്ടായിരുന്ന മോഹങ്ങളും പ്രലോഭനങ്ങളും ടെംപ്റ്റേഷൻസും അതിനേക്കാൾ കൂടുതലായി ഈ ദിവസങ്ങളിൽ വരികയാണ്. അപ്പോൾ അതിന്റെ മധ്യത്തിൽ വീണ്ടും പാപത്തിന്റെ ഒരു കൂമ്പാരം നമ്മുടെ മേൽ ഉണ്ടാകാതെ വണ്ണം നമ്മൾ എങ്ങനെ അനുദിനം നമ്മളെ സൂക്ഷിക്കും? पिछले दिनों में हमने जो पाप किए थे उनका माहौल आज भी बना हुआ है। सिर्फ इतना ही नहीं, पिछले दिनों में जिस शरीर से हमने पाप किया था उसी शरीर में आज भी हम जी रहे हैं, और पिछले दिनों में जो लोभ, जो लालसाएं, जो परीक्षाएं हमारे सामने आई थी, उनकी संभावना और ज्यादा बढ़ती जा रही है, उनका वेग, उनकी ताकत और ज्यादा बढ़ती जा रही है। तो हम दिन प्रतिदिन के जीवन में उस पाप की गठरी को और ज्यादा अपनी जिंदगी में बढ़ने से कैसे रोक कर अपनी जिंदगी बिता सकते हैं। അതുകൊണ്ടാണ് ഇവിടെ 13-ാമത്തെ വാക്യത്തിൽ നാം കർത്താവിനോട് പ്രാർത്ഥിക്കുവാനായിട്ട് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് നമ്മളെ പഠിപ്പിച്ചത്, ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്കിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. इसीलिए हमारे प्रभु ने 13वें वचन में ये प्रार्थना हमें सिखाई कि हमें परीक्षा में न ला परंतु बुराई या दुष्ट से हमें बचा के रख। അപ്പോൾ നമ്മുടെ പാപങ്ങൾ ക്ഷമിച്ചു എന്ന് പറഞ്ഞത് ഒരു ഗേറ്റ് മാത്രമാണ്. ആ ഗേറ്റിലൂടെ നമ്മൾ അകത്ത് കടന്നു കഴിഞ്ഞാൽ ഒരു വഴി മുന്നോട്ട് നടക്കുവാനായിട്ടുണ്ട്. ആ വഴിയിൽ നമ്മൾ പാപത്തിൽ വീഴാതെ വണ്ണം ഞങ്ങളെ സൂക്ഷിക്കണമേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. तो हमारे पापों की जो माफी है वो सिर्फ एक दरवाजा है, द्वार है। उस दरवाजे के आगे एक रास्ता है, जिस रास्ते पर चलते हुए हमें अपने आप को पाप में गिरने से बचाए रखने की जरूरत है। ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് സന്തോഷിക്കുവാനായി വിളിക്കപ്പെട്ടിരിക്കുന്ന ജീവിതമാണ്. मसीही जिंदगी एक ऐसी जिंदगी है जिसमें हमें आनंद में जीने के लिए बुलाया गया है। ലോകത്തിലെ സാഹചര്യങ്ങളെല്ലാം അനുകൂലമാകുമ്പോൾ ഉള്ള സന്തോഷമല്ല ഞാൻ ഉദ്ദേശിച്ച സന്തോഷം. ഏത് സാഹചര്യങ്ങൾ പ്രതികൂലമായിരുന്നാലും അതിന്റെ മധ്യത്തിൽ നമുക്ക് സന്തോഷിക്കാൻ കഴിയുന്ന ഒരു ജീവിതമാണ് ക്രിസ്തീയ ജീവിതം. मैं उस उस आनंद की बात नहीं कर रहा जो दुनिया की सारी परिस्थितियां जब हमारे पक्ष में होती हैं तब जो आनंद या सुख होता है, मैं उसकी बात नहीं कर रहा हूं। पर मसीही जिंदगी उन सब के परे एक आनंद में जी जा सकने वाली जिंदगी है। സഹോദരങ്ങളെ, ഈ ലോകത്തിൽ എല്ലാവർക്കും സന്തോഷമുണ്ടോ? അനേക ധനവാന്മാര്, സെലിബ്രിറ്റികള്, വലിയ വലിയ റിച്ച് മെൻ, ബിസിനസ്മെൻ, അവരൊക്കെ സന്തോഷമില്ലാതെ മയക്കുമരുന്നിന്റെയും മദ്യപാനത്തിന്റെയും പിന്നാലെ പോകുന്നു. ചിലർ ജീവിതത്തിൽ ആത്മഹത്യ ചെയ്യുന്നു, വിവാഹമോചനം നടത്തുന്നു. അവർക്കെല്ലാം ഉണ്ടായിട്ടും എന്താ അവരുടെ ഹൃദയത്തിൽ സന്തോഷമില്ലാത്തത്? भाइयों, क्या इस दुनिया में सबकी जिंदगी में सुख है? क्या सबकी जिंदगी में आनंद है? ये जो बड़े बड़े जो सितारे हैं, बड़े बड़े धनवान लोग हैं, जाने माने लोग हैं, उन सब की जिंदगी में सब कुछ होने के बावजूद वो नशे की गिरफ्त में पड़ जाते हैं, वो तलाक लेते हैं, कई लोग आत्महत्या कर लेते हैं। इन सब की जिंदगी में आनंद क्यों नहीं है?
പക്ഷേ നമ്മുടെ കർത്താവിന്റെ വചനത്തിലേക്ക് നോക്കിയാൽ കാരാഗൃഹത്തിന്റെ അകത്ത് കിടന്നുകൊണ്ട് പൗലോസ് ദൈവ സഹോദരങ്ങളോട് ഫിലിപ്പിയ ലേഖനത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ എപ്പോഴും സന്തോഷിപ്പിൻ. അതും മാത്രമല്ല, പഴയ നൂറ്റാണ്ടുകളിലേക്ക് നോക്കി, 1-ാം നൂറ്റാണ്ടിലൊക്കെ നോക്കി, സിംഹത്തിന്റെ കുഴിയിലേക്ക് എറിയപ്പെട്ടപ്പോഴും അവർ സന്തോഷത്തോടെ പാട്ട് പാടിക്കൊണ്ടാ പോയത്. അതുപോലെ ഞാൻ ഈ താമസിക്കുന്ന സ്ഥലത്തിന് തൊട്ടടുത്തുള്ള ബ്രിസ്റ്റൽ, ഇംഗ്ലണ്ടിലുള്ള പല സ്ഥലങ്ങളിലും ദൈവമക്കളെ കഴിഞ്ഞ നൂറ്റാണ്ടുകളില് വെന്തെരിഞ്ഞ് തീ വെച്ച് കൊല്ലുന്ന സമയത്തും അവർ സ്തോത്രം പറഞ്ഞുകൊണ്ടാണ് തീക്കകത്തേക്ക് പോയത്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലോകത്തിലെ സാഹചര്യങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ അനുഭവങ്ങളോ തരാത്ത ശ്രേഷ്ഠമേറിയ ഒരു സമാധാനവും സന്തോഷവും ക്രിസ്തുവിലൂടെ നമുക്ക് ലഭിക്കുവാനായിട്ട് പറ്റും. परमेश्वर के वचन में अगर हम देखें तो हम देख सकते हैं कि पौलुस जो खुद बंदी गृह में था, पर वो फिलिपियों की पत्री में लिखता है कि प्रभु में सदा आनंदित रहो। उसी तरह से पिछली सदियों की और पहली सदी की ओर आप देखें, जहां पर मसीहियों को जब भूखे शेरों के सामने डाल दिया गया तो वो गीत गाते हुए आनंद के साथ में उनके सामने जाते हैं। और जिस जगह मैं रह रहा हूं इंग्लैंड में, वहां पर भी ऐसी जगह है वो जहां पर मसीहियों को जलाकर एक समय पे मार डाला गया था। पर वो उन सब की जिंदगी में वो आनंद, वो खुशी कहां से आई? क्योंकि परमेश्वर का वचन कहता है परमेश्वर ने हमें ऐसी शांति से, ऐसे आनंद से भरा है जो इस दुनिया की सोच के, उस दुनिया की बुद्धि के परे है। മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ, മാത്യു ചാപ്റ്റർ 5:8 പറയുന്നുണ്ട്, ബ്ലെസ്ഡ് ആർ ദ പ്യൂർ ഇൻ ഹാർട്ട്, ദേ ഷാൽ സീ ഗോഡ്. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. मत्ती 5:8 में लिखा है, धन्य है वे जिनके मन शुद्ध हैं, क्योंकि वे परमेश्वर को देखेंगे। അവിടെ ബ്ലെസ്ഡ് എന്ന വാക്കിൽ ഭാഗ്യവാൻ എന്നാണ് എഴുതിയിരിക്കുന്നത്. എന്നാൽ അതിന്റെ ഗ്രീക്ക് റൂട്ട് മീനിങ്ങിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ ബ്ലെസ്സിന് വേറൊരു അർത്ഥമുണ്ട്, സന്തോഷമുള്ളവർ. ഹൃദയത്തിന്റെ ഉള്ളിൽ സന്തോഷമുള്ളവർ എന്നൊരു അർത്ഥമുണ്ട്. അവർ ദൈവത്തെ കാണുമെന്നാണ് ആ വാക്യത്തിന്റെ മറ്റൊരു ട്രാൻസ്ലേഷൻ ഉള്ളത്. यहाँ धन्य शब्द का इस्तेमाल किया गया, पर अगर आप इसका यूनानी मूल शब्द देखें तो उस शब्द का मतलब ये है कि वो लोग जिनके अंदर आनंद है या खुशी है। इसका मतलब, इस वचन का मतलब ये है कि जिनके दिल में खुशी है या आनंद है वो परमेश्वर को देखेंगे। സഹോദരങ്ങളെ, ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. നമ്മുടെ ഉള്ളിലേക്കൊന്ന് നോക്കുമ്പോൾ, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ, നമ്മുടെ ഉള്ളിൽ കപടമില്ലെങ്കിൽ, നമ്മുടെ ഉള്ളിൽ ഒളിച്ചു വെക്കേണ്ടതായിട്ടുള്ളത് ഒന്നുമില്ലെങ്കിൽ, നമ്മുടെ ഉള്ളിൽ ആരോടും പകയും വിദ്വേഷവും ഇല്ലെങ്കിൽ, നാം കർത്താവിനെ വിശ്വസ്തയോടെ സേവിക്കുന്നുവെങ്കിൽ, എത്ര കഷ്ടതകളുടെ നടുവിലായാലും ശരി, നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു വലിയ സന്തോഷമുണ്ട്, ഒരു സമാധാനമുണ്ട്. കർത്താവേ, ഞാൻ ഇപ്പം മരിച്ചാലും അങ്ങയുടെ സന്നിധിയിലെത്തും, എനിക്ക് ലോകത്തിൽ ഒന്നിനെ കുറിച്ചും പേടിക്കുവാനില്ല എന്നൊരു തികഞ്ഞ ബോധ്യം, ആത്മവിശ്വാസവും ഹൃദയത്തിൽ സന്തോഷവും നമുക്കുണ്ടാവും. भाइयों, थोड़ा सा अपनी जिंदगी में, व्यक्ति की जिंदगी में आप झांक कर देखिए कि अगर किसी के खिलाफ हमारे मन में कोई बैर नहीं है, हमारे पास हमारी जिंदगी में कुछ भी ऐसा नहीं है जो छिपाने लायक हो या जो डरने लायक हो, ऐसा कुछ भी नहीं है जो परमेश्वर के खिलाफ हमने किया हो, किसी के प्रति कोई बैर नहीं, कोई नफरत नहीं, कोई गुस्सा नहीं है, तो आप सोच के देखिए हमारे अंदर कितना आनंद, कितनी खुशी होगी। और हम ये कहेंगे कि प्रभु चाहे अगर हम इसी पल मर जाते हैं तो भी हम प्रभु की उपस्थिति में जाएंगे। ऐसा एक आनंद, ऐसी एक बड़ी खुशी हमारे अंदर होती है। ഇവിടെ ഇരിക്കുന്ന അനേക ദൈവദാസന്മാരുണ്ട്, ദൈവമക്കളായിരിക്കുന്നവരുണ്ട്, ദൈവദാസിമാരുണ്ട്. കഴിഞ്ഞ നാളുകളിൽ കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചില്ലേ, കർത്താവെ, ഞങ്ങൾ വായിച്ചു കേട്ടതുപോലെ, വചനത്തിൽ കണ്ടിട്ടുള്ളതുപോലെ, ഞങ്ങളുടെ ചുറ്റുപാടും കഴിഞ്ഞ നാളുകളിൽ അങ്ങ് ഉപയോഗിച്ചതുപോലെ എന്നെയും അങ്ങയുടെ ശക്തി നിറച്ച്, അമാനുഷികമായ ശക്തി നിറച്ച് അങ്ങയുടെ കരങ്ങളിൽ ഉപയോഗിക്കണമേ എന്ന് ഈ നാളുകളിൽ പ്രാർത്ഥിക്കാറില്ലേ, പ്രാർത്ഥിച്ചിട്ടില്ലേ? यहाँ कई परमेश्वर के दास लोग हैं, परमेश्वर की दासियां हैं, परमेश्वर के बच्चे हैं। क्या पिछले दिनों में आपने ऐसी प्रार्थना नहीं की कि प्रभु, जैसा हम वचन में पढ़ते हैं, जैसा हमने सुना है, उसी तरह से प्रभु असाधारण सामर्थ्य से भरकर हमें अपने हाथों में लेकर इस्तेमाल किया कर? क्या ऐसी प्रार्थना आपने पिछले दिनों में कभी नहीं की? क्या आज इन दिनों में आप ऐसी प्रार्थना नहीं कर रहे हैं? അത് പലപ്പോഴും നമ്മുടെ കരങ്ങളിൽ കിട്ടാത്തതിന്റെ കാരണം എന്താണെന്ന്, അല്ലെങ്കിൽ കഴിഞ്ഞ നാളുകളിൽ ആഗ്രഹിച്ച പ്രകാരമുള്ള ഒരു ആത്മശക്തി നമ്മുടെ ശുശ്രൂഷകളിൽ വെളിപ്പെടാത്തതിന്റെ കാരണം എന്താണെന്ന് സഹോദരങ്ങളെ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? और भाइयों, क्या आपने कभी ये सोचा है कि हम जैसे चाहते हैं वैसी आत्मिक सामर्थ पिछले दिनों में हमारी जिंदगी में क्यों नहीं मिली, या फिर आज हमारी जिंदगी में वो आत्मिक सामर्थ हमें क्यों नहीं मिली है? ഈ ദൈവദാസന്മാരുടെ, പത്രോസിന്റെ മേൽ പകർന്ന ശക്തി, യോഹന്നാന്റെ മേൽ പകർന്ന ശക്തി, കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ അനേകം മിഷണറിമാരുടെ മേൽ, ദാസന്മാരുടെ മേൽ പകർന്ന സ്വർഗത്തിന്റെ ശക്തി നമ്മുടെ ഉള്ളിലേക്ക് സ്വർഗത്തിന് പകരുവാൻ കഴിയാത്തതിന്റെ കാരണം എന്താണെന്ന് സഹോദരങ്ങളെ ഗൗരവത്തോടെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ?
भाइयों, क्या आपने कभी गंभीरता से इस बात को सोचा है कि पतरस को जो सामर्थ मिली, यूहन्ना को जो सामर्थ मिली, पिछली सदियों में परमेश्वर ने अपने दास और दासियों पर स्वर्ग की जो सामर्थ उंडेली, वो हमें क्यों नहीं मिल रही है? സഹോദരങ്ങളെ, ഈ സാമർഥ്യത്തെ കുറിച്ച് പറയുമ്പോൾ, ഈ ധൈര്യത്തെ കുറിച്ച് പറയുമ്പോൾ, നിങ്ങൾ പലപ്പോഴും ടെലിവിഷനിലും അവിടെ ഇവിടെയും കാണുന്ന ഈ വലിയ എന്താ പറയുന്നത്, വലിയ ഇംപ്രസീവ് ആയിട്ടുള്ള അതിനെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. പിശാച് നമ്മളെ കണ്ടാൽ ഭയപ്പെടണം. നാം ഒരു വീട്ടിലേക്ക് കടന്നു ചെല്ലുന്നത് കണ്ടാൽ ആ ഭവനത്തിൽ നിന്ന് പിശാച് ഇറങ്ങി ഓടണം. ഒരുവന്റെ മേൽ കൈവച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവന്റെ മേലുള്ള കെട്ടുകൾ കർത്താവിന്റെ നാമത്തിൽ അഴിയണം. ഈ ശക്തിയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. भाई और बहनों, जब मैं सामर्थ की या हिम्मत की बात कर रहा हूं, तो मैं उसकी बात नहीं कर रहा जिसे आप टीवी पे देखते हैं या बड़ी बड़ी सभाओं में देखते हैं, जिससे लोगों को देखकर बड़ा एक असर उन पर पड़ता है। उसकी बात नहीं मैं कर रहा हूं। मैं उस सामर्थ की बात कर रहा हूं कि हमें देखकर शैतान डरने पाए। हम जब दुआ करते हैं तो शैतान के बंधनों में जकड़ा हुआ व्यक्ति आजादी पाए। किसी घर में हम जाते हैं तो हमें देखकर वहां का शैतान डर कर भाग जाए। उस सामर्थ की मैं बात कर रहा हूं। അത് മാത്രമല്ല, പലപ്പോഴും ഞാൻ പറഞ്ഞല്ലോ സഹോദരങ്ങളെ, നമ്മുടെ ചുറ്റുപാടും കാണുന്നത്, ടി വിയിൽ കാണുന്നത്, കമ്പ്യൂട്ടറിൽ കാണുന്ന, യൂട്യൂബിൽ കാണുന്ന പലതും മനുഷ്യൻ ഉണ്ടാക്കി പ്രതിഫലിപ്പിക്കുന്ന ശക്തിയുടെ പ്രതിഫലനമാണ്. അത് യഥാർത്ഥത്തിലുള്ള പ്രതിഫലനമാകണമെന്നില്ല. सिर्फ इतना ही नहीं, हम अक्सर टीवी पे, कंप्यूटर पे, यूट्यूब पे या फोन पे जो कुछ देखते हैं, वो जरूरी नहीं है कि परमेश्वर की असल सामर्थ हो। वो बहुत बार मनुष्य द्वारा, खुद के द्वारा बनाई गई, दिखाने के लिए तैयार किए गए शक्ति के प्रकटीकरण हो सकते हैं। യഥാർത്ഥ ശക്തി എന്താണെന്നറിയാമോ? കോപം വരുന്ന നമ്മൾ കോപിക്കാതിരിക്കുന്നത് യഥാർത്ഥ ശക്തി. ഇതുവരെ പാപങ്ങളുടെ മുമ്പിൽ വീണുകൊണ്ടിരിക്കുന്ന നമ്മൾ പാപത്തെ ജയിക്കുന്നതാണ് യഥാർത്ഥ ശക്തി. ലോകത്തിന്റെ പിന്നാലെ നമ്മൾ പോയിക്കൊണ്ടിരുന്നവർ ഇനി എനിക്കിത് വേണ്ട എന്ന് പറഞ്ഞ് തിരിഞ്ഞു നടക്കുവാൻ കഴിയുമെങ്കിൽ അതാണ് യഥാർത്ഥമായ ശക്തി. അരുതാത്ത വഴികളിലേക്ക് സ്വകാര്യ ജീവിതത്തിൽ പോയിക്കൊണ്ടിരുന്ന നമ്മൾ അവിടെ ഇനി ഞാനിത് ജീവിക്കത്തില്ലെന്ന് പറഞ്ഞ് മടങ്ങുന്നതാണ് യഥാർത്ഥ ശക്തി എന്ന് പറയുന്നത്. सच्ची सामर्थ्य ये है कि पहले हम बहुत गुस्सा करते थे, पर अब जब गुस्सा आता है तो हम अपने आप को नियंत्रित कर लेते हैं। सच्ची सामर्थ्य ये है कि पहले हम पाप की जिंदगी जी रहे थे, पर अब हम उस पाप से मुंह मोड़ लेते हैं। सच्ची सामर्थ्य ये है कि पहले निजी जिंदगी में हम गलत गंदी आदतों में फंसे हुए थे, अब हम उन सब से दूर हो चुके हैं। सच्ची सामर्थ्य ये है कि पहले हम दुनिया के पीछे जा रहे थे, पर अब हम दुनिया के पीछे नहीं जा रहे हैं। എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, പാപം വരുമ്പോൾ അത് നിയന്ത്രിക്കുന്നത് ക്രിസ്തുവിൽ നിന്നുള്ള ശക്തിയല്ല. പാപം ഉള്ളിൽ എത്രയുണ്ട്, ഒരല്പം പോലും പാപമില്ലാത്തവണ്ണം പാപത്തിന്റെ സീഡിനെ മുഴുവൻ എടുത്തു കളയുന്നതാണ് ഓവർകമ്മിങ് ലൈഫ് ക്രൈസ്റ്റിലുള്ളത്. भाइयों, जो पाप जब हमारी जिंदगी में आता है तो उसको दूर करना वो मसीह की सामर्थ नहीं है। उस पर जय पाना इस चीज को दिखाता है कि आपके अंदर जो भी पाप है, उसके उसके बीज समेत, उसको जड़ समेत उसको उखाड़ के निकालना, उसको विजयी जिंदगी कहा जाता है। ഞാനൊരു എക്സാമ്പിൾ പറയാം. നിങ്ങൾക്ക് യോഗയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? യോഗ, അതുപോലെ തന്നെ ബുദ്ധമതത്തിനകത്ത് ആത്മനിയന്ത്രണം ഉള്ളതിന് എൻലൈറ്റൻമെന്റ് എന്ന് പറയും. ഇതൊന്നുമല്ല ക്രിസ്തുവിന്റെ ജീവിതത്തിലെ പരിശുദ്ധാത്മാവിന്റെ ശക്തി എന്ന് പറയുന്നത്. അവരൊക്കെ എന്ന് പറയുന്നത് നിയന്ത്രിക്കുകയാണ്. എന്നാൽ ഒരു യഥാർത്ഥ ദൈവ പൈതൽ എന്ന് പറയുമ്പോൾ അവനെ നിയന്ത്രിക്കുവാൻ ഒന്നുമില്ല. കാരണം ആര് ഉപദ്രവിച്ചാലും അവന്റെ ഉള്ളിൽ നിന്ന് കോപം വരുന്നില്ല. കാരണം അവന്റെ ഹൃദയം രൂപാന്തരപ്പെട്ടു. ഒരിക്കലും കോപം ഉണ്ടാകാത്തവണ്ണമുള്ള ഒരു അനുഭവത്തിൽ പരിശുദ്ധാത്മാവ് നമ്മളെ ആക്കി വെച്ചിരിക്കുന്നു. आपने योगा के बारे में सुना होगा, या बौद्ध धर्म में जो नियंत्रण, खुद पर नियंत्रण रखने के बारे में एनलाइटनमेंट जो बोलते हैं, उसके बारे में आपने सुना होगा। वहां पे जो सिखाया जाता है वो ये है कि खुद पर नियंत्रण रखना। लेकिन मसीही जिंदगी में खुद पर नियंत्रण रखने लायक कुछ नहीं है, क्योंकि पहले जिस दिल में आपको गुस्सा आता था, आज उसके अंदर से गुस्सा नहीं आ रहा। क्यों? क्योंकि आप अंदर से रूपांतरित हो गए हैं। अब खुद को रोकने की, काबू में करने की जरूरत नहीं है। നിങ്ങൾ കഴിഞ്ഞ നാളുകളിൽ പത്രങ്ങളിൽ വായിച്ചിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ന്യൂസുകൾ കിട്ടിയിട്ടുണ്ടാകാം. സർക്കസ് കൂടാരങ്ങളിൽ നിന്ന് കടുവ പെട്ടെന്ന് മാഡായിട്ട്, കടുവായിക്ക് പെട്ടെന്ന് ഭ്രാന്ത് ഉണ്ടായിട്ട് അതിന്റെ ട്രെയിനറുടെ തല കടിച്ചെടുത്തു വന്ന്, അല്ലെങ്കിൽ ഒരു ആനയെ കൊണ്ട് നടക്കുന്ന മഹോത്സവം ഉണ്ടല്ലോ, ആനയെ കൊണ്ട് നടക്കുന്ന ഒരാളിനെ ആനയ്ക്ക് മതമിളകിയിട്ട് ചവിട്ടിക്കൊന്നു. ഇങ്ങനത്തെ വാർത്തകളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? आपने क्या खबर ऐसी कभी सुनी है या अखबारों में पढ़ी है कि सर्कस के अंदर जो चीते वगैरह होते हैं, वो चीता पागल हो जाता है और अपने ही ट्रेनर को वो फाड़ डालता है, या फिर हाथी पागल हो जाता है और वो महावत को रोंद देता है? നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ഒരാട്ടിടയനെ ആട് കടിച്ചു കൊന്നെന്ന്? पर क्या आपने कभी ऐसा सुना है
कि एक भेड़ ने या बकरी ने चरवाहे को काट लिया, काट खाया, मार डाला। അപ്പോൾ സർക്കസ് കൂടാരത്തിലേക്ക് നോക്കിയാൽ അനേക വർഷങ്ങൾ കൊണ്ട് പാവമായിട്ട് നടന്ന ഒരു കടുവ ഒരൊറ്റ ദിവസം കൊണ്ട് മാഡായിട്ട് മാറി എന്ന് പറഞ്ഞാൽ അനേക വർഷങ്ങൾ അവന്റെ ഉള്ളിൽ ഒതുക്കി വെച്ചിരുന്ന ആ കോപം, ആ ക്രോധം പെട്ടെന്നൊരു നിമിഷം അവന്റെ കൺട്രോൾ വിട്ടു പുറത്തു വന്നു. അതുകൊണ്ടാണ് അതിന്റെ ട്രെയിനറിന്റെ തല കടിച്ചെടുത്തത്. तो आप देख सकते हैं कि एक सीधा साधा तेंदुआ जो कई सालों तक बहुत सीधा साधा था, लेकिन एकदम से एक दिन उसके अंदर गुस्सा आता है और अपने ही ट्रेनर को वो काट खाता है। क्यों? क्योंकि उसके अंदर कई सालों से जो गुस्सा दबा हुआ था वो एक दिन बाहर निकलता है। അതുപോലെ തന്നെ ആനപ്പാപ്പാൻ ആനയെ കൊണ്ട് നടക്കുമ്പോൾ അനേക നാളുകൾ കൊണ്ട് മെരുക്കി അതിനെ ഉപദ്രവിച്ച് അതിനെ ഭയപ്പെടുത്തി ആനയുടെ സ്വഭാവം, ദ നേച്ചർ ഓഫ് ആൻ എലഫന്റ്, അത് അവന്റെ ഉള്ളിൽ അടിച്ചടിച്ച് ഒതുക്കി ഒതുക്കി വെച്ചിരുന്നു എന്ന് ഒരു നിമിഷം അത് പെട്ടെന്ന് പുറത്തു വന്നു. അതുകൊണ്ടാണ് അത് കോപത്തോടെ അതിന്റെ ഇടയനെ അതിന്റെ പാപ്പാനെ ചവിട്ടിക്കൊന്നത്. इसी तरह से एक महावत कई साल तक सिखा सिखा कर हाथी को पीड़ित कर करके उसको डरा डरा कर उसकी हाथी की जो असल जो आदत है उसको उसके अंदर दबा दबा कर रखता है, लेकिन एक दिन हाथी की असलियत बाहर प्रकट होती है और वो अपने ही महावत को कुचल डालता है। ഇനി ഞാനൊരു രഹസ്യം പറയട്ടെ. നമ്മളിൽ പലരും പറയുന്നത് പാപത്തെ നമ്മൾ ജയിച്ചിട്ടുണ്ടെന്നാ, മോഹത്തെ ജയിച്ചിട്ടുണ്ടെന്നാ, അതുപോലെ കോപത്തെ ജയിച്ചിട്ടുണ്ടെന്നാ. ഇപ്പൊ നമ്മൾ പറയാറുണ്ട് ഞാനിപ്പോ ഈ നാളുകളിലൊന്നും കോപിക്കാറില്ലെന്ന്. പക്ഷെ പെട്ടെന്ന് ഒരു നിമിഷം നമ്മുടെ നിയന്ത്രണം വിട്ട് നമ്മൾ എന്തുവാ പറയുന്നതെന്ന് പോലും ഓർക്കാതെ ഭാര്യമാരോട് പറയുന്നത്, ഭർത്താക്കന്മാരോട് പറയുന്നത്, നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഈ പിടിവിട്ട കടുവയെ പോലെയും പിടിവിട്ട ആനയുടെ കഥയുമാണ്. मैं एक बात बताऊं, एक सच्चाई बताऊं कि आजकल हम में से बहुत से लोग ये कहते होंगे कि अब मैं गुस्सा नहीं करता हूं, अब मैं बदल गया हूं, अब मैं पाप नहीं करता हूं, अब मेरे अंदर ऐसा कुछ नहीं है। पर अचानक से हम कई बार अपने आप को भूलकर अपनी पत्नी से, अपने पति से, अपने आसपास के लोगों से जो बोलते हैं, हमें भी नहीं पता चलता कि हम कब होश खो बैठे और क्या कुछ हम बोलने लग गए। वो बिल्कुल उसी तेंदुए की कहानी की तरह है, उसी हाथी की कहानी की तरह है जो एक पल के लिए होश खो बैठते हैं। അതിന്റെ അർത്ഥം ഇതൊക്കെ നമ്മള് മുമ്പേ പറഞ്ഞ യോഗയെ പോലെ അല്ലെങ്കിൽ ബുദ്ധമത സന്യാസിമാർക്ക് കിട്ടിയ എൻലൈറ്റൻ പോലെ നമ്മളെ തന്നെ നിയന്ത്രിച്ച് വെച്ചിരിക്കുകയായിരുന്നു. പക്ഷെ ഉള്ളിൽ എവിടെയോ ആ പാപം ഒതുങ്ങിക്കിടക്കുകയായിരുന്നു. അത് അവിടെ അനങ്ങാതെ കിടക്കുകയായിരുന്നു. ഒരു സാഹചര്യം കിട്ടുന്നതിന് വേണ്ടി അത് വെളിയിലേക്ക് വരുവാൻ. यानी इसका मतलब ये है कि योगा की तरह या फिर सन्यासियों की तरह हमने अपने आप को रोक रखा था, नियंत्रित कर रखा था, पर वो पाप हमारे अंदर कहीं दबा हुआ था और एक बिल्कुल सही मौके की तलाश में था। जब उसको सही मौका मिला वो हमारे अंदर से बाहर निकल आया। സോ സപ്രഷൻ ഈസ് നോട്ട് വിക്ടറി. ആ സിംഹത്തെ അല്ലെങ്കിൽ ആ കടുവയെ സപ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ അർത്ഥം അത് വിക്ടറിയിലായിട്ടില്ല. അതുപോലെയാണ് സഹോദരങ്ങളെ നമ്മളിൽ പലരും പലതിനെയും സപ്രസ് വെച്ച് ചെയ്തുകൊണ്ടിരിക്കുക. സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മൾ അതിനെ സപ്രസ് ചെയ്തിട്ട് നമ്മൾ അകത്ത് സ്ട്രഗിൾ ചെയ്യുകയാണ്. പക്ഷേ അത് ഈ വചനം പറയുന്ന വിക്ടറി അല്ല. दबाना विजय नहीं है, जैसे कि शेर को या तेंदुए को दबाकर अपने वश में करना वो विजय नहीं है। वचन ये नहीं कहता कि हम अपने अंदर, हमारे अंदर जो भी पाप है, ऐसी आदतें हैं, उनको हम दबा कर रखें। वचन उस चीज को विजय या जीत नहीं कहता है। അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്നറിയാമോ? ഇത് എൻ്റെ ജീവിതത്തിലെ അനുഭവമാണ് നിങ്ങളോട് ഞാൻ പറഞ്ഞത്. കഴിഞ്ഞ വർഷങ്ങളിൽ ഞാൻ ദൈവസന്നിധി കടന്നു എന്ന് കണ്ണുനീരൊഴുക്കിയ അനുഭവമാണ് പറയുന്നത്. നമുക്കറിയാം നമ്മുടെ ഉള്ളിൽ കോപമുണ്ടെന്ന്, നമുക്കറിയാം നമ്മുടെ ഉള്ളിൽ മോഹമുണ്ടെന്ന്, നമുക്കറിയാം നമുക്ക് ഈ ലോകത്തിൽ ചില സ്നേഹങ്ങളുണ്ടെന്ന്, ലോകത്തോട് ചില ആർത്തി ഉണ്ടെന്ന്. നാം യഥാർത്ഥമായി വചനത്തെ അനുസരിക്കുന്നുവെങ്കിൽ, ഈ ജയം എനിക്ക് വേണമെന്ന് നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ കർത്താവിന്റെ സന്നിധിയിലേക്ക് കടന്നു വന്ന് അഭിനയിക്കാതെ കർത്താവിനോട് പറ, കർത്താവേ എൻ്റെ ഉള്ളിൽ ഇപ്പോഴും ഈ മോഹങ്ങളുണ്ട്, അതിനെ ഞാൻ അടിച്ചമർത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതിനെയൊക്കെ ഒന്ന് മാറ്റി എൻ്റെ ഹൃദയം ഒന്ന് ശുദ്ധീകരിച്ച് പുതിയൊരു ഹൃദയം കർത്താവേ എനിക്ക് തരണമെന്നൊന്ന് പ്രാർത്ഥിച്ചേ. तो भाइयों हम क्या करें, ये मैं अपना अनुभव आपको बता रहा हूँ। पिछले दिनों में मैं प्रभु की उपस्थिति में जा जाकर रो रो कर मैंने जो प्रभु से प्रार्थना की और पाया वो ये कि हमें पता है कि हमारी जिंदगी में क्रोध है, हमें पता है हमारी जिंदगी में लोभ है, हमें पता है हमारी जिंदगी में लालसाएं हैं, लालच हैं, दुनिया के प्रति कुछ हमारे मन में लालसाएं हैं, अभिलाषाएं हैं। तो हमें करना क्या है कि हम प्रभु की उपस्थिति में आए, उसके सामने
असलियत को प्रकट करें और रो रो कर हम प्रभु से ये कहें कि प्रभु, मेरे अंदर ये पाप है, मेरे अंदर ये लालसा है, मेरे अंदर गुस्सा है, मेरे अंदर लोभ है, इसको तू पूरी तरह से दूर कर, एक नया दिल मुझे दे। കർത്താവിനെ അത്രമാത്രം ഉപദ്രവിച്ചിട്ടും എന്തുമാത്രം പീഡനങ്ങളിലൂടെ കർത്താവ് കടന്നുപോയിട്ടും ക്രൂശിൽ കിടന്നുകൊണ്ട് കർത്താവ് തന്നെ ഉപദ്രവിച്ചവരെ ശപിച്ചില്ല. ആത്മാർത്ഥതയോടെ കർത്താവ് പ്രാർത്ഥിച്ചു, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്നറിയാകിയാൽ ഇവരോട് ക്ഷമിക്കണമേ. അതിന്റെ അർത്ഥം എത്ര നോക്കിയാലും അവന്റെ ഉള്ളിൽ കോപമില്ലായിരുന്നു എന്നുള്ളതാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. प्रभु को कितना सताया गया, कितना पीड़ित किया गया, कितना दर्द उसे पहुंचाया गया, लेकिन फिर भी वो उन पर गुस्सा नहीं करता है, क्रोध नहीं करता है, बल्कि वो सच्चे दिल से ये प्रार्थना करता है कि हे प्रभु, इन्हें क्षमा कर, क्योंकि ये नहीं जानते कि क्या कर रहे हैं। इसका मतलब ये है कि कितना भी उसके अंदर खोजो, उसके अंदर क्रोध नहीं था। അതുപോലെ തന്നെ അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായത്തിൽ സ്റ്റീഫനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. എത്രയോ പേര് കല്ലെറിഞ്ഞു തന്നെ കൊല്ലുവാൻ തുടങ്ങുന്നു. താൻ മരിക്കുന്നതിന് മുമ്പ് സ്വർഗത്തേക്ക് നോക്കിക്കൊണ്ട് കർത്താവിനോട് പറയുകയാണ്, ഇത് കർത്താവേ, ഹല്ലേലൂയ, ഇവരുടെ പാപങ്ങൾ ഇവരോട് കണക്കിടരുത് എന്ന് താൻ പ്രാർത്ഥിച്ചു. അത് പ്രൂവ് ചെയ്യുന്നത് എന്തെന്നറിയാമോ? അകത്തൊരു പകയുമില്ല, ഒരു വിദ്വേഷവുമില്ല എന്നുള്ളതാണ്. इसी तरह प्रेरितों के काम 7वें अध्याय में हम स्तिफनुस के बारे में पढ़ते हैं, जहां पर लोग उसको पत्थरवाह कर रहे हैं, उसको चोट पहुंचा रहे हैं, पर वो स्वर्ग की ओर देखकर कहता है कि हे प्रभु, ये पाप इन पर मत लगा। वो किस बात को साबित करता है? ये साबित करता है कि उसके अंदर किसी के प्रति कोई बैर नहीं, किसी के प्रति कोई गुस्सा नहीं, कोई नफरत नहीं। ഈ ജീവിതമാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ വാക്യങ്ങളിൽ കാണുന്ന ജീവിതം. और ऐसे ही जिंदगी को हमने अभी जो वचन पढ़ा है, उन वचनों में हम उसी जिंदगी के बारे में देख रहे हैं। അങ്ങനെ ഉള്ളവരുടെ കൈകളിലാണ് സ്വർഗം തന്റെ ആത്മശക്തിയെ കൊടുക്കുന്നത്. जो ऐसी जिंदगी जीते हैं, उनके हाथों में परमेश्वर अपनी स्वर्गीय सामर्थ्य को सौंपता है। നമുക്കറിയാം, അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ പെന്തിക്കോസ്തി നാളിൽ ആത്മാവിന്റെ ശക്തി ഇറങ്ങി വന്ന് സഹോദരങ്ങളെ നിറയ്ക്കുന്നത് കാണുവാനായിട്ട് കഴിയും. हम जानते हैं प्रेरितों का काम 2 अध्याय में हम देखते हैं कि स्वर्ग से परमेश्वर की अद्भुत सामर्थ उतरती है और वो भाइयों को भर देती है। ഭയന്നോടിയ പത്രോസിനെ ശക്തി ഉള്ളവനാക്കി അവിടെ നിർത്തി പത്രോസിനെ കൊണ്ട് പ്രസംഗിപ്പിച്ചു. ആ ഒരൊറ്റ പ്രസംഗത്തിൽ 3000-ഓളം വരുന്ന കഠിന ഹൃദയന്മാരാകുന്ന യഹൂദന്മാര് മാനസാന്തരപ്പെടുവാൻ ഇടയാകുന്നത് നാം കാണുവാനിടയായി. और डर कर भागने वाले पतरस को परमेश्वर अपनी सामर्थ्य से भरकर खड़ा करता, और हम देखते हैं कि पतरस हिम्मत के साथ प्रचार करता और 3000 कट्टर यहूदी, कठोर हृदय वाले यहूदी मन फिराते हैं। ഈ ഇത്ര ഒരു പെണ്ണിന്റെ മുമ്പിൽ 3 പ്രാവശ്യം യേശു കർത്താവിനെ തള്ളിപ്പറഞ്ഞ പത്രോസ് ഇത്ര ധൈര്യത്തോടെ മിലിറ്ററിയുടെ മുമ്പിൽ, സദൂക്യരുടെ മുമ്പിൽ, പരീശന്മാരുടെ മുമ്പിൽ, പടയാളികളുടെ മുമ്പിൽ, മഹാപുരോഹിതന്മാരുടെ മുമ്പിൽ ഇത്ര ധൈര്യത്തോടെ നിന്ന് പ്രസംഗിക്കുവാനുള്ള ശക്തി അവൻ എവിടെ നിന്ന് കിട്ടി? एक लड़की के सामने प्रभु को ठुकराने वाला, 3 बार प्रभु को ठुकराने वाला पतरस, उसके अंदर ये इतनी बड़ी सामर्थ कहां से आई कि वो शास्त्रियों के सामने, फरीसियों के सामने, सदुकियों के सामने, महायाजकों के सामने, सेना के सामने वो बड़ी हिम्मत के साथ में प्रचार करता है। മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായത്തിന്റെ 31 മുതലുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. നമ്മുടെ കർത്താവ് താൻ നേരിടുവാൻ പോകുന്ന ക്രൂശിന്റെ മരണത്തെ കുറിച്ച് പറയുന്ന കൂട്ടത്തിൽ കർത്താവ് പറയുന്നു, ഇന്ന് രാത്രി നിങ്ങൾ എല്ലാവരും എന്നെ വിട്ട് ഓടിപ്പോകും, എങ്കിൽ ഇടറും എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. मत्ती 26 का 31 से आगे के वचनों में जब हम पढ़ते हैं, तो हमारा प्रभु पकड़वाए जाने से पहले अपने चेलों को ये सिखाता है, बताता है कि आज रात मुझे पकड़ा जाएगा, तुम सब तितर बितर हो जाओगे। അവിടെ പത്രോസ് കൊടുക്കുന്ന മറുപടി എന്താണെന്നറിയാമോ? എല്ലാവരും നിങ്ങൾ ഇടറിയാലും ഞാൻ നിങ്ങൾ ഇടറത്തില്ല. वहां पर पतरस क्या कहता है? पतरस कहता है, प्रभु चाहे सब लोग ठोकर खाएं तो खाएं, पर मैं तेरे कारण ठोकर नहीं खाऊंगा। പത്രോസ് കരുതിയിരിക്കുന്നത് എല്ലാവരെക്കാളും ധൈര്യമുള്ളവനാണ് ഞാനെന്ന. पतरस को ये लगता था कि मैं सबसे ज्यादा हिम्मत वाला हूं। അങ്ങനെയായിരുന്നു അവൻ പെരുമാറിയിരുന്നതും. അങ്ങനെയാണ് പത്രോസിന്റെ ജീവിതം. പെന്തിക്കോസ്തി നാളിന് മുമ്പ് വരെയുള്ള ജീവിതം നോക്കിക്കഴിഞ്ഞാൽ എല്ലായിടത്തും എടുത്തുചാട്ടക്കാരനായിരുന്നു പത്രോസ്. വലിയ ധൈര്യവാൻ എന്ന് കാണിക്കുന്നവനായിരുന്നു പത്രോസ്. കർത്താവിന്റെ കൂടെ അടുത്ത് നടക്കുന്നുവെന്ന് പറയുന്നവനായിരുന്നു പത്രോസ്. उसका तौर तरीका, उसका चाल चलन भी ऐसा ही था। पेंतेकोस्त से पहले की उसकी जिंदगी को अगर हम देखें, तो वो इसी तरह से दिखाता था कि मेरे अंदर बड़ी हिम्मत है। हर समय एकदम से उछल के कुछ बात करना, कुछ करना, जल्दबाजी करना, दूसरों के सामने ये प्रकट करता था कि मेरे अंदर हिम्मत है।
ആ വാക്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ച സഹോദരങ്ങളെ, പത്രോസ് പറയുകയാണ്, ഇവരെല്ലാവരും നിന്നെ ഇടറിയാലും, ഇവരെല്ലാവരും നിന്നെ വിട്ട് ഓടിപ്പോയാലും ഞാൻ ഓടിപ്പോകത്തില്ല. उस वचन पर आप ध्यान दीजिए, जो पतरस कहता है कि चाहे सब के सब तेरे विषय में ठोकर खाए तो खाए, पर मैं तेरे विषय में ठोकर नहीं खाऊंगा। चाहे सब डर के भाग जाए, मैं नहीं भागूंगा। അവന്റെ ഉള്ളിൽ ഒരു ആത്മപ്രശംസയുണ്ട്, ഒരു ആത്മബലമുണ്ട്, ഞാനെന്നൊരു ഭാവമുണ്ട്, എനിക്ക് ചിലതൊക്കെ ചെയ്യുവാൻ കഴിയുമെന്നൊരു ഭാവം പത്രോസിന്റെ വാക്കുകളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. पतरस के शब्दों में हम खुद की बड़ाई को देख सकते हैं, खुद की प्रशंसा को देखते हैं। मैं का एक भाव कि मेरे अंदर एक ताकत है, मैं नहीं डगमगाऊंगा, वो भाव हम पतरस में देख सकते हैं। യേശു കർത്താവ് അവന് കൊടുത്ത മറുപടി എന്തെന്നറിയാമോ? നീ എന്നെ അറിയുന്നില്ല എന്ന് 3 പ്രാവശ്യം ഇന്നത്തെ രാത്രി തള്ളിപ്പറയും, അതിനു മുമ്പ് കോഴി കൂവത്തില്ലെന്ന് പറഞ്ഞു. और प्रभु यीशु उसको क्या जवाब देते हैं? प्रभु यीशु ये जवाब देते हैं पतरस को कि आज रात जब तक तू 3 बार मेरा इनकार न कर ले, तब तक मुर्गा बांग नहीं देगा। എന്തുകൊണ്ടാണ് കർത്താവ് അത് പറഞ്ഞതെന്നറിയാമോ? അവന്റെ സെൽഫ് കോൺഫിഡൻസ്, അവന്റെ ആത്മപ്രശംസ, താനെന്നുള്ള ഭാവം that needed to be broken. और वो क्यों कहता है? क्योंकि उसका जो आत्मविश्वास था, खुद के बारे में जो बड़प्पन की भावना थी, खुद के बारे में जो प्रशंसा की जो भावना थी, उसको तोड़ने की जरूरत थी। മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം സഹോദരങ്ങളെ, നിങ്ങൾ എല്ലാവരും ഉറങ്ങുന്നതിന് മുമ്പ് ഒന്ന് വായിച്ചു നോക്കണം. भाइयों, मत्ती का सुसमाचार 26वां अध्याय आज सोने से पहले आप सब पढ़ के देखिएगा। മറ്റു ശിഷ്യന്മാരാരും കടന്നു പോകാത്ത ഒരു അനുഭവത്തിലൂടെ പത്രോസിന് കടന്നു പോകേണ്ടി വന്നു. വെറും ഒരു പെണ്ണിന്റെ മുമ്പിൽ തന്റെ കർത്താവിനെ 3 പ്രാവശ്യം അവൻ തള്ളിപ്പറയുകയല്ല, 3ാമത്തെ പ്രാവശ്യം അവൻ ശപിക്കുന്ന അനുഭവത്തിലൂടെ തന്നെ കർത്താവിനെ തള്ളിപ്പറഞ്ഞു. आप देख सकते हैं कि और किसी भी चेले को ऐसी एक परिस्थिति से नहीं गुजरना पड़ा। पतरस को, सिर्फ पतरस ऐसी एक परिस्थिति से गुजरता है कि एक लड़की के सामने वो प्रभु से इनकार करता है, और तीसरी बार तो जब वो मुकरता है तो वो श्राप दे देकर कोस कोस के मुकरता है, कहता है मैं प्रभु को नहीं जानता। ഹല്ലേലൂയ. ഇത് നമ്മളെ മനസ്സിലാക്കുന്നത് എന്തെന്നറിയാമോ? ആ അനുഭവത്തിലൂടെ പത്രോസ് കടന്നു പോയപ്പോഴാണ് കോഴി കൂകിയ സമയത്ത് പത്രോസ് പുറത്തിറങ്ങി അതിദുഃഖത്തോടെ പൊട്ടിക്കരഞ്ഞതായിട്ട് കാണുന്നു. और ये हमें दिखाता है, आगे बताता है कि जब इन 3 बार मुकरने के बाद मुर्गा बांग देता है, उसके बाद में पतरस को एहसास होता है और वो बाहर जाकर बिलक बिलक कर रोता है। പത്രോസിന് മനസ്സിലായി, താൻ ചിന്തിച്ചതുപോലെയുള്ള ഒരാളല്ല താൻ വെറും ബലഹീനൻ മാത്രമാണെന്ന്. पतरस को ये बात समझ में आ गई कि मुझे जैसा लगता था, मैं वैसा आदमी नहीं हूं, मैं बहुत ही कमजोर व्यक्ति हूं। ഇതേ പത്രോസാണ് പെന്തിക്കോസ്തി നാളിൽ നിന്നുകൊണ്ട് പ്രസംഗിച്ചപ്പോൾ 3000-ഓളം കഠിന ഹൃദയന്മാരായിരുന്ന യഹൂദന്മാർ മാനസാന്തരപ്പെടുവാനിടയായത്. वही पतरस जब पिंतेकुस्त के दिन प्रचार करता है तो 3000 कठोर हृदय वाले लोग मन फिराते हैं, विश्वास करते हैं। ആരെങ്കിലും ഒരാൾ പത്രോസിന്റെ അടുത്ത് വന്ന് പറയാന്ന് വെച്ചോ, പത്രോസെ നീ ഭയങ്കരനാ, എന്തൊരു വലിയ ദൈവദാസനാ നീ, നിന്റെ മേലുള്ള ശക്തി എത്ര ഭയങ്കരമാ, നീ ഒന്ന് നോക്കിക്കേ, നീ ഒരു 15 മിനിറ്റ് 10 മിനിറ്റ് പ്രസംഗിച്ചപ്പോഴത്തേക്ക് ഇത്ര കഠിന ഹൃദയന്മാരായ കർത്താവിനെ ക്രൂശിക്കുവാൻ തക്കവണ്ണം കൂട്ടുനിന്ന ഇവര് മാനസാന്തരപ്പെട്ട് ദൈവമക്കളായി തീർന്നില്ലേ, നീ സാധാരണക്കാരനല്ല, നീ ഭയങ്കരനാണെന്ന് ആരെങ്കിലും ഒന്ന് വന്നു പറഞ്ഞാൽ എന്താ സംഭവിക്കുന്നതെന്നറിയാമോ? मान लो कोई आदमी उस समय आकर पतरस से ये कहे कि पतरस तू तो बड़ा सामर्थी है, तेरे अंदर बहुत ज्यादा सामर्थ है। जो लोग जिन्होंने प्रभु को क्रूस पर चढ़ाने में साथ दिया, जो लोग उसमें सहमति जताए हुए थे, उन कठोर हृदय वाले लोगों ने जब 10 मिनट या 15 मिनट का तेरा प्रचार सुना तो उन्होंने मन फिराया और वो प्रभु की संतान बन गए। तो तेरे अंदर, तू साधारण आदमी नहीं है, तेरे अंदर बड़ी सामर्थ है, तू बड़ा सामर्थी। अगर कोई आकर ऐसा कहता तो क्या होता? ഞാൻ എൻ്റെ ഭാവനയിൽ കാണുന്നു, അത് പറയുന്ന നിമിഷം ആ പറയുന്ന വ്യക്തിയുടെ വാ പൊത്തിക്കൊണ്ട് പത്രോസ് പൊട്ടിക്കരഞ്ഞിട്ട് പറയും, ഞാൻ ആരാണെന്ന് എനിക്കറിയാം. ഒരു 10 ദിവസം 12 ദിവസം മുമ്പ് ഒരു പെണ്ണിന്റെ മുമ്പിൽ എൻ്റെ കർത്താവിനെ അറിയത്തില്ലെന്ന് 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞ ഭീരുവായ മനുഷ്യനാണ് ഞാൻ. और मैं अपनी कल्पना में ये बात कह रहा हूं, देख सकता हूं कि वो उस आदमी के बोलते ही पतरस उसका मुंह बंद करके रोते हुए ये कहता है कि मैं जानता हूं मैं कैसा आदमी हूं। सिर्फ 10-15 दिन पहले एक लड़की के सामने 3 बार मैं अपने प्रभु से मुकर गया। मैं अपनी कमजोरी को, अपनी असली हालत को मैं जानता हूं।
ഇപ്പോഴെന്തെങ്കിലും സംഭവിച്ചെങ്കിൽ, എന്തെങ്കിലും അത്ഭുതങ്ങൾ നടന്നെങ്കിൽ അത് എന്നിൽ നിന്ന് വന്നതല്ല, എന്നിലൂടെ എന്റെ കർത്താവിന്റെ പ്രവൃത്തി വെളിപ്പെട്ടത് മാത്രമാണ്. अभी अगर कुछ हुआ है, इस समय अगर कोई चमत्कार हुआ है, तो वो मेरी ओर से, मेरे द्वारा नहीं है, बल्कि मेरे प्रभु के द्वारा हुआ है। എന്നെ കേൾക്കുന്ന ദൈവദാസ, ദൈവദാസി, പലപ്പോഴും കർത്താവിന് നിന്നെ ഉപയോഗിക്കുവാൻ കഴിയാത്തതിന്റെ കാരണം എന്താണെന്ന് അറിയാമോ? കർത്താവ് ശ്രേഷ്ഠമേറിയ പ്രവൃത്തി നിന്നിലൂടെ ചെയ്യുമ്പോൾ പലപ്പോഴും അത് നിന്റെ നിഗളത്തിലേക്ക് നിന്നെ നയിക്കും. നീ കരുതും നിന്റെ കരുത്തിന്റെ ബലമാണെന്ന്, നിന്റെ ചിന്താശക്തിയാണെന്ന്, നിന്റെ സംസാര ശൈലിയാണ്, നിന്റെ ക്ലവർനെസ് ആണ് ഈ പ്രവൃത്തി ചെയ്തതെന്ന് നീ അഹങ്കരിക്കാതിരിക്കുവാൻ തക്കവണ്ണം, നിന്നെ ബ്രേക്ക് ചെയ്യുവാൻ തക്കവണ്ണമാണ് ഈ നാളുകളിൽ ചില അനുഭവത്തിലൂടെ കടത്തിക്കൊണ്ടു പോകുന്നത്. मुझे सुनने वाले परमेश्वर के दास, परमेश्वर की दासी, आपको परमेश्वर क्यों इस्तेमाल नहीं कर पा रहा है, उसका कारण आपको पता है कि जब प्रभु आपके द्वारा कोई बड़ा काम करता है तो आपके अंदर अहंकार आ जाता है, घमंड आ जाता है। आपको लगता है कि ये मेरे बोलने की कला के कारण हुआ है, ये मेरी चतुराई के कारण हुआ है, ये मेरी बुद्धिमानी के कारण हुआ है। वो घमंड जब आपके अंदर आता है, उस घमंड को तोड़ने के लिए, आपके अहम को तोड़ने के लिए प्रभु इन दिनों में आपको कुछ खास परिस्थितियों में से गुजार रहा है। നിങ്ങൾക്കറിയാമോ പൗലോസിന്റെ ജീവിതത്തിൽ എന്താ സംഭവിച്ചതെന്ന്? പത്രോസിനെ കർത്താവ് ശക്തിയോട് ഉപയോഗിച്ചത് അവനെ ബ്രേക്ക് ചെയ്തതിന് ശേഷമാണ്. ഇതുപോലെ തന്നെയാണ് പൗലോസിനെയും ബ്രേക്ക് ചെയ്തതിന് ശേഷമാണ് തന്റെ വേലയിൽ ശക്തമായി പിൽക്കാലത്ത് ഉപയോഗിച്ചത്. पतरस को प्रभु ने पहले तोड़ा, फिर सामर्थ के साथ इस्तेमाल किया। बिल्कुल इसी तरह पौलुस के साथ में भी होता है। पौलुस को परमेश्वर पहले तोड़ता है और फिर बाद में उसे बड़ी सामर्थ के साथ इस्तेमाल करता है। അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം വായിക്കുന്നത് എന്താണെന്ന് ശ്രദ്ധിച്ചേ. प्रेरितों के काम 9 का 1 आप देखिए वहां पे क्या लिखा है। അവിടെ എഴുതിയിരിക്കുന്നു, and Saul yet breathing out threatenings and slaughter against the disciples of the Lord went unto the high priest. वहां लिखा है 9 के 1 में, प्रेरितों के काम, शाऊल जो अब तक प्रभु के चेलों को धमकाने और घात करने की धुन में था, महायाजक के पास गया। അവന്റെ ഉള്ളു മുഴുവനും പകയാണ്. എന്ത്? ക്രിസ്ത്യാനികളെ കൊല്ലുവാൻ തക്കവണ്ണം, അവരെ കൊല്ലുവാൻ മാത്രവും പീഡിപ്പിക്കുവാൻ മാത്രമോ താൻ സകലത്തിലും ശക്തനാണ്. തന്നെ ചോദ്യം ചെയ്യുവാൻ ഈ ലോകത്തിൽ ആരുമില്ല. തനിക്ക് ആരെയും ഉപദ്രവിക്കുവാൻ കഴിയും. ആ തന്റെ ഇടത്തോടെ, ആ ചങ്കൂറ്റത്തോടെ അവൻ അധികാരപത്രത്തിന് വേണ്ടി മഹാപുരോഹിതന്മാരുടെ അടുക്കലേക്ക് കടന്നു ചെല്ലുന്നു എന്നുള്ള വാക്യം അവിടെ വായിച്ചു കേട്ടത്. और उस वचन में हम इस बात को देखते हैं कि पौलुस के अंदर मसीहियों के प्रति बैर भरा हुआ, वो उनको मारने की, उनको खत्म करने की फिराक में लगा हुआ, और उसको लगता है कि उसको ये अधिकार है, उससे कोई सवाल करने वाला नहीं है, उससे कोई पूछने वाला नहीं है। उसके अंदर उस वो बैर के कारण वो मसीहियों को नाश करने के लिए, अधिकार की चिट्ठी लेने के लिए महायाजकों के पास में जाता है। അങ്ങനെ ഒരുവനെ ഉപയോഗിക്കുവാൻ അത്യുന്നതനായ ദൈവത്തിന് കഴിയത്തില്ല. ഞാൻ ബലവാനെന്നും എനിക്കെല്ലാം കഴിയുമെന്നും എനിക്കതിനുള്ള ധൈര്യമുണ്ട്. ഇങ്ങനെ ഒരാളെ അല്ല കർത്താവിന് ആവശ്യം. എന്താണെന്നറിയാമോ? എനിക്കൊന്നിനും കഴിവില്ല കർത്താവേ, അങ്ങയുടെ സന്നിധിയിൽ പൂർണ്ണമായി ഞാൻ എന്നെ താഴ്ത്തി തരിക. അങ്ങയുടെ ശക്തി എന്നിൽ നിറച്ച് അങ്ങയുടെ മഹത്വത്തിന് വേണ്ടി എന്നെ ഉപയോഗിക്കണമേ എന്ന് പറയുന്നത് വരെ കർത്താവ് നമ്മെ മാറ്റിക്കൊണ്ടിരിക്കും. जो व्यक्ति ये कहता है कि मैं ताकतवर हूं, मैं कुछ भी कर सकता हूं, मैं हिम्मत वाला हूं, मैं समर्थ हूं, ऐसे को प्रभु इस्तेमाल नहीं करता है। प्रभु को ऐसे लोगों की जरूरत है, ये कहे कि प्रभु मैं अपने आप को पूरी नम्रता और दीनता के साथ आपके हाथों में समर्पित करता हूं, अपनी महिमा के लिए, अपनी सेवा में मुझे इस्तेमाल कर। ऐसों को प्रभु इस्तेमाल करता है। പൗലോസിന്റെ ജീവിതത്തെ മാറ്റിയ ചരിത്രം നിങ്ങൾക്ക് അറിയണമെങ്കിൽ ആ 9-ാമത്തെ അധ്യായം അപ്പോസ്തല പ്രവൃത്തി നിങ്ങളൊന്ന് വായിച്ചിട്ട് ഇന്ന് ഉറങ്ങിയാൽ മതി. पौलुस के इतिहास में जो बदलाव आया उसको अगर आप जानना चाहते हैं तो प्रेरितों के काम 9वें अध्याय में है, उसे आज रात आप पढ़ के सोएं। അവിടെ പൗലോസ് താഴെ വീഴുന്നതായിട്ട്, ശൗല് താഴെ വീഴുന്നതായിട്ട് 4-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. वहां 4थे वचन में हम पढ़ते हैं कि शाऊल नीचे गिर जाता है। 8-9 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നു, അവന്റെ കണ്ണിന്റെ കാഴ്ച പോയി, അവൻ അന്ധനായി തീർന്നു. 3 ദിവസം കണ്ണ് കാണാതെ തിന്നുകയും കുടിക്കാതെയും ചെയ്യാതെ അവൻ ഇരുന്നു എന്ന് കേട്ടു. 8वें 9वें वचन में हम पढ़ते हैं कि उसने जब आंखें खोली, उसको कुछ दिखाई नहीं दिया, वो अंधा हो गया। 3 दिन तक उसे कुछ नहीं दिखाई दिया, ना उसने कुछ खाया ना पिया। നോക്കിയേ, ഇത്ര ധൈര്യവാനായിരുന്ന മനുഷ്യൻ, ഇത്ര വാഗ്മിയായിരുന്ന പണ്ഡിതനായിരുന്ന മനുഷ്യൻ, യെരുശലേം മുഴുവനും പാലസ്തീൻ മുഴുവനും അറിയാമായിരുന്ന മനുഷ്യൻ, ന്യായപ്രമാണ പ്രകാരം അനിന്ദ്യനായിരുന്ന മനുഷ്യൻ, പേരും പെരുമയുള്ള മനുഷ്യൻ, അന്ധനായി 3 ദിവസം ഒന്നും കഴിക്കുകയോ കുടിക്കുകയോ ചെയ്യാതെ ഏതോ ഒരു മുറിക്കുള്ളിൽ മറ്റുള്ളവരുടെ ആശ്രയത്തിൽ ഒതുങ്ങിക്കൂടുന്ന അനുഭവം ഒന്ന് ഭാവനയിൽ ഒന്ന് കണ്ടു നോക്കിയ സഹോദര. भाई आप अपनी कल्पना में एक बार सोच कर देखिए कि इतनी हिम्मत वाला एक व्यक्ति, इतना बुद्धिमान व्यक्ति, इतना ज्ञानवान व्यक्ति,
व्यवस्था के बारे में, जो बिल्कुल खरा मनुष्य था, जो इतना जाना पहचाना व्यक्ति था, वो व्यक्ति एक कमरे के अंदर दूसरे लोगों के सहारे 3 दिन तक रहता, ना उसको कुछ दिखाई देता, ना कुछ वो खा पी सकता है, वो व्यक्ति दूसरों के आश्रय रहता है। ശൗലെന്ന് പേര് കേട്ട് കഴിഞ്ഞാൽ ദൈവമക്കൾ കിടുങ്ങിപ്പോകും. ശൗലെന്ന് പേര് കേട്ട് കഴിഞ്ഞാൽ ശിഷ്യന്മാരും അപ്പോസ്തലന്മാരും പേടിച്ചു വിറയ്ക്കും. ലോകത്തെ ക്രിസ്തീയ ആ ലോകത്തെ മുഴുവനും കിടുകിട വിറപ്പിച്ച മനുഷ്യൻ ഇതാ ബലഹീനനായി ഏതോ ഒരു കട്ടിലിൽ ചുരുണ്ടുകൂടി പുതപ്പം പുതച്ച് കിടക്കുക. शाऊल का नाम सुनते ही चेले थरथराने लगते थे। शाऊल का नाम सुनते ही प्रेरित हो, मसीह के पर विश्वास करने वाले लोग हों, वो कांपने लगते थे। मसीहियों को थरथराने वाला, कंपाने वाला, वो हिम्मत वाला व्यक्ति अब एक कमरे के अंदर एक बिस्तर पर चादर ओढ़े हुए गुमनामी में 3 दिन बिता रहा है। അവൻ അറിയാം താൻ അവിടെ കിടക്കുന്നതിന്റെ കാരണം യേശുവാണെന്ന്. കാരണം 4-5 വാക്യത്തിൽ പറയുന്നു, ശൗലേ ശൗലേ നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്ന് തന്നോട് പറയുന്ന ഒരു ശബ്ദം കേട്ടു. നീ ആരാകുന്നു കർത്താവേ എന്നവൻ ചോദിച്ചതിന് നീ ഉപദ്രവിക്കുന്ന യേശുവാകുന്നു ഞാനെന്നുള്ള മറുപടി കിട്ടി. അപ്പോൾ പൗലോസിന് മനസ്സിലായി താൻ ആരെയാണോ ഉപദ്രവിച്ചത്, താൻ ആരുടെ ജനത്തെയാണോ ഉപദ്രവിച്ചത്, വലിയവനായ ധൈര്യവാനായ എന്നെ ഈ പരുവത്തിലാക്കുവാൻ തക്കവണ്ണം അവൻ കഴിവുള്ളവനാണെന്ന് ഈ 3 ദിവസം കൊണ്ട് അവൻ ഗ്രഹിക്കുവാനിടയായി തീർന്നു. पौलुस को इस बात का पूरी तरह से एहसास था कि मेरी इस हालत का कारण यीशु है, क्योंकि 4 और 5वें वचन में हम पढ़ते हैं कि वो जब नीचे गिरता है, प्रभु से पूछता है कि हे प्रभु तू कौन है। प्रभु से कहता है तू मुझे क्यों सता रहा है, तू मुझे जो सता रहा है मैं वो यीशु हूं। तो उसको, पौलुस को पता चल जाता है कि जिसके व्यक्तियों को, जिसके विश्वासियों को मैंने सताया, वो ऐसी हालत मेरी कर देने के लिए सामर्थी परमेश्वर है। इन 3 दिनों में पौलुस इस बात को अच्छी तरह से समझ जाता है। ഈ 3 ദിവസം കൊണ്ട് he was drained out of his human strength and human wisdom and human ability. इन 3 दिनों में पौलुस की मानवीय ताकत, मानवीय बुद्धि, मानवीय चतुराई सब की सब निकल जाती है। അവൻ ഈ 3 ദിവസവും 3 രാത്രിയിലും ഉറങ്ങാതെ എത്രമാത്രം ദൈവസന്നിധിയിൽ നിലവിളിച്ചു കാണും സഹോദരങ്ങളെ. भाइयों, ये 3 दिन और रात बिना सोए वो कितना ज्यादा प्रभु की उपस्थिति में रोया होगा। നമുക്കിപ്പോൾ അറിയാം 3 ദിവസം കഴിഞ്ഞിട്ട് അനന്യാസ് വന്ന് അവനെ മേൽ കൈ തൊട്ട് പ്രാർത്ഥിച്ച് അവന് കണ്ണു തുറന്നെന്ന്. പക്ഷേ Paul would never knew that someone would come after the 3rd day. He thought until he die the rest of his life is going to be blind. आज हम जानते हैं कि 3 दिन बाद हनन्याह आया, उसने उस पर हाथ रख के प्रार्थना की और पौलुस को उसकी आंखों की रोशनी वापस मिल गई। पर पौलुस को इसका कतई अंदाजा नहीं था कि कोई व्यक्ति आएगा, मुझे चंगा करेगा। उसको तो लगता था कि मुझे मरने के दिन तक ऐसी हालत में ही रहना होगा। എങ്ങനെ എത്രമാത്രം അവൻ കണ്ണുനീരോടെ ഈ 3 ദിവസങ്ങൾ പ്രാർത്ഥിച്ചു കാണും. കർത്താവേ എന്നോട് ക്ഷമിക്കണമേ, കഴിഞ്ഞ നാളുകളിൽ നിന്നെ അങ്ങേ വേദനിപ്പിച്ച് ക്ഷമിക്കണമേ, അങ്ങയുടെ ജനത്തെ ഉപദ്രവിച്ചത് ക്ഷമിക്കണമേ, ഞാൻ ആരെയൊക്കെ കൊന്നിട്ടുണ്ട് അങ്ങയുടെ നാമത്തിന് വേണ്ടി, അങ്ങയുടെ നാമത്തിൽ ആശ്രയിച്ച് എത്രയോ പേരെ ഞാൻ കൊന്നു, എത്രയോ പേരെ ഉപദ്രവിച്ചു. അവരെന്റെ മുമ്പിൽ കൈകൂപ്പി നിന്നപ്പോഴും ഞാൻ അവരുടെ കൈകൂപ്പുന്ന അവരുടെ കണ്ണുനീര് കാണാതെ എന്റെ ആ ധൈര്യത്തിൽ, എന്റെ ആ പകയില് ഞാൻ അവരെ ഉപദ്രവിച്ചു, അവരോട് ഞാൻ കരുണ കാണിച്ചില്ല. എന്തെല്ലാം ഓരോരോ അനുഭവങ്ങളും അവന്റെ കണ്ണിന്റെ മുമ്പിലൂടെ, അവന്റെ ചിന്തകളിലൂടെ കടന്നുപോയി. അതൊക്കെയും ഓരോന്നായി ദൈവസന്നിധി ഏറ്റുപറഞ്ഞ് അവൻ 3 ദിവസം നിലവിളിച്ചു. इन 3 दिनों में कितना ज्यादा वो रो रो कर प्रभु के सामने उसने प्रभु से प्रार्थना की होगी। उसने कहा होगा, प्रभु मैंने तुझ पर विश्वास करने वाले कितने लोगों को सताया, कितनों को मार डाला, उसके लिए मुझे माफ कर। वो लोग जब मेरे सामने रोते थे, आंसू बहाते थे, हाथ जोड़ते थे, उन सब पर मैंने ध्यान नहीं दिया, पर उनके प्रति बैर के कारण मैंने उनको मारा, उनको सताया, उनको नाश किया। पौलुस की उन 3 दिनों में उसकी नजरों के सामने, उसकी सोच में जो जो चीजें आती गई, वो एक एक बात प्रभु के सामने रो रो कर अंगीकार करता रहा होगा। What does it show to us? God wants us to be alone with him in his presence, where we can make a new covenant with him. और ये हमें इस बात को दिखाता है कि परमेश्वर ये चाहता है कि हम उसके साथ अकेले में रहें, ताकि वहां हम उसके साथ एक नई वाचा बांध सकें। ദൈവദാസ, ദൈവദാസി, ദൈവജനമേ, ദൈവസന്നിധിയിലേക്ക് നീ ഒറ്റയ്ക്ക് കടന്നു വരുവാൻ്റെ കോണം ദൈവം നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ചില ജീവിത അനുഭവങ്ങളിലൂടെ നീ കടന്നു പോകുമ്പോൾ മനുഷ്യന്റെ അടുക്കലേക്ക് ഓടാതെ നിന്റെ മുറിയുടെ വാതിൽ അടച്ച് നിനക്കതിന് കഴിയുമെങ്കിൽ മുഴങ്കാലിൽ ഇരുന്നു കൊണ്ട് ഹാലലൂയ കർത്താവിന്റെ സന്നിധി കണ്ണുനീരൊഴുക്കി അവിടുത്തെ സന്നിധിയിൽ ഒന്ന് റീസൺ ചെയ്ത് പ്രാർത്ഥിച്ചേ.
परमेश्वर के दास, परमेश्वर की दासी, परमेश्वर के जनों, आप प्रभु की उपस्थिति में, आप जो जिन परिस्थितियों में से गुजर रहे हैं, उन परिस्थितियों के आने पर दूसरों की ओर जाने की बजाय, इस दुनिया में किसी व्यक्ति के पास जाने की बजाय अपने कमरे में जाएं, हो सके तो घुटनों पर बैठें, प्रभु के सामने अपने उन एक एक बातों को आप बताएं, उसके सामने रोएं, उसके सामने आंसू बहाएं और अपने आप को एक नए समर्पण की ओर लाएं। ഇതെന്താണ്? ഇതൊരു സ്റ്റെപ്പ് മാത്രമാണ്. നമ്മൾ പ്രാർത്ഥിച്ചു, പരീക്ഷയിലേക്ക് ഞങ്ങളെ കടത്തരുത്, ദുഷ്ടങ്കിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമെന്ന്. എത്ര പരീക്ഷകൾ മുന്നിൽ വന്നാലും, എത്ര പ്രലോഭനങ്ങൾ മുന്നിൽ വന്നാലും അതിൽ വീഴാത്തവണ്ണം ധൈര്യത്തോടെ നിൽക്കുന്ന ഒരു പുതിയ ഹൃദയം നിനക്കും എനിക്കും തരുവാൻ തക്കവണ്ണമാണ് കർത്താവ് ഈ അനുഭവങ്ങളിലൂടെ കടത്തിവിടുന്നത്. ये सिर्फ एक कदम है। हमने यहाँ पे जैसे पढ़ा कि हमें परीक्षा में न ला परंतु बुराई या दुष्ट से बचा। तो आपकी जिंदगी में चाहे कितनी भी परीक्षाएं आए, कितनी भी बुराई आपके सामने आए, उन सब में गिरने से बचाने लायक एक नया हृदय प्रभु आपको दे सकता है। അഥവാ നമ്മളെ ബ്രേക്ക് ചെയ്യാതെയാണ് ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്ന പലതിൻ്റെയും ഉത്തരം നമുക്ക് തരുന്നതെങ്കിൽ ഒന്ന് ഓർത്തു നോക്കിയേ, അതിശക്തമായിട്ട് ഈ ദിവസങ്ങളിൽ വിത്തൗട്ട് ബ്രേക്കിംഗ് കർത്താവ് നമ്മളെ ഉപയോഗിക്കുകയാണെങ്കിൽ അടുത്ത വർഷം ഈ സമയത്ത് നമ്മുടെ ആത്മീയ നിലവാരം എന്താണെന്നറിയാമോ? നാം ഇന്ന് അനേകർ വീണതുപോലെ അനേകർ ആ വീഴ്ച വന്നവരുടെ കൂട്ടത്തിൽ നമ്മളും ഒരു വീണയാളായി മാറും. पर आप सोच कर देखिए, अगर आज हमें तोड़े बिना प्रभु अगर हमें इस्तेमाल करता रहता है, अपनी सामर्थ्य से भरता रहता है, तो अगले साल इस समय हमारी हालत क्या होगी? उन बहुत से लोगों जैसी हो जाएगी जो प्रभु की उपस्थिति में गिर गए हैं। അതുകൊണ്ട് സഹോദരങ്ങളെ, ഹാലലൂയ, ഞാൻ ഒരു 5 മിനിറ്റിനുള്ളിൽ വചനം നിർത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? കർത്താവേ, ഹാലലൂയ, അങ്ങയുടെ ശക്തി എനിക്ക് വേണം. ഈ ലോക ജീവിതം തീരുന്നതിന് മുമ്പ് അങ്ങയുടെ കരങ്ങളിൽ ശക്തമായി ഉപയോഗിക്കപ്പെടുവാൻ എന്നെ ഏൽപ്പിക്കുന്നു. അതിനുവേണ്ടി എന്നിൽ എന്ത് പ്രവൃത്തിയാണ് അങ്ങക്ക് ചെയ്യുവാനുള്ളത്? ഞാൻ എവിടെയാണ് ബ്രോക്കൺ ആകേണ്ടത്? കർത്താവേ, സാഹചര്യങ്ങളിലൂടെ എന്നെ അങ്ങ് ബ്രേക്ക് ചെയ്തെടുക്കണമേ. അങ്ങ് ബ്രേക്ക് ചെയ്തെടുത്ത് അങ്ങയുടെ ദാസന്മാരുടെ മേൽ പകർന്ന അങ്ങയുടെ ആത്മശക്തിയാൽ എന്നെ ഈ നാളുകളിൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിച്ചാട്ടെ. तो हमें इन दिनों में ये प्रार्थना करनी है कि प्रभु अपनी सामर्थ्य से मुझे भर, इस दुनिया में मुझे इस्तेमाल कर, जितना आप इस्तेमाल करना चाहे इस्तेमाल कर। उसके लिए जहां कहीं मुझे तोड़ना जरूरी है प्रभु, वहां मुझे तोड़, वहां अपने लोगों की आशीष के लिए, उनके छुटकारे के लिए प्रभु तू मुझे इस्तेमाल होने लायक अपनी सामर्थ्य से भर। 1 കൊരിന്ത്യർ 9-ാം അധ്യായത്തിന്റെ 27-ാമത്തെ വാക്യത്തിൽ ഈ പൗലോസ് പറയുന്ന ഒരു വചനമുണ്ട്. ഈ അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. 1 Corinthians chapter 9 verse 27 അവസാനത്തെ വാക്യത്തിൽ പറയുന്നു, മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി തീരാതിരിപ്പാൻ എന്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കി അത്രയോ ചെയ്യുന്നത്. 1 कुरिन्थियों 9:27 में इन सारी बातों के प्रकाश में, इनके अनुभव में पौलुस एक बात कहता है कि मैं अपने शरीर को मारता कूटता और वश में लाता हूं, ताकि दूसरों को प्रचार करने के बाद कहीं ऐसा ना हो कि मैं खुद निकम्मा ठहरूं। ഹല്ലേലൂയ. കാരണം അവൻ അറിയാം കർത്താവിന്റെ സന്നിധിയില് കർത്താവ് എത്ര വലിയവനാണെന്നും താൻ കടന്നുപോയ ജീവിത അനുഭവങ്ങളിൽ ദൈവത്തെ കൂടാതെ എനിക്കൊന്നും ചെയ്യുവാൻ കഴിയത്തില്ല, ഞാൻ എത്ര ബലഹീനനാണ് എന്നുള്ള സത്യവും അവൻ തിരിച്ചറിയുവാൻ കോണമിടയായി തീർന്നു. क्योंकि पौलुस इस बात को जानता है कि प्रभु कितना बड़ा है और वो जिन जिन जिंदगी की परिस्थितियों में से गुजरा, उसके कारण उसको ये भी एहसास है कि मैं प्रभु के बिना कुछ नहीं कर सकता, मैं बिल्कुल कमजोर हूं। 1 തീമോത്തി 5-ാം അധ്യായം 22-ാമത്തെ വാക്യത്തിൽ തീമോത്തിയോട് പൗലോസ് പറയുന്നുണ്ട്, നീ വേഗത്തിൽ ആരുടെ മേലും കൈവച്ച് പ്രാർത്ഥിക്കരുത്. 1 तीमुथियुस 5:22 में पौलुस तीमुथियुस से ये कहता है कि तू किसी पर जल्दबाजी में हाथ न रखना। ഈ വാക്യം നമ്മളെ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്, മാനുഷികമായിട്ടുള്ള ഒരു ശക്തിയല്ല നമ്മുടെ മേൽ വരേണ്ടത്. ദൈവം നമ്മളെ ചില അനുഭവങ്ങളിലൂടെ കടത്തിവിടുമ്പോൾ അതിന്റെ മധ്യത്തിൽ നമ്മൾ ബ്രോക്കണായി, നമ്മൾ എംറ്റിയായി, നമ്മൾ ആരുമല്ലെന്ന് സമ്മതിക്കുന്ന സന്ദർഭത്തിൽ കർത്താവിന്റെ സന്നിധിയിൽ നിരുപാധികം നാം വീഴുമ്പോഴാണ് കർത്താവിന്റെ ശക്തി നമ്മളിലേക്ക് പകർന്ന് അവിടുത്തെ തൃക്കരങ്ങളാൽ നമ്മളെ എഴുന്നേൽപ്പിക്കുന്നത്. ये वचन हमें सिखाता है कि हम पर मनुष्य की सामर्थ्य नहीं, बल्कि वो परमेश्वर की सामर्थ्य आनी चाहिए जो पहले हमें तोड़ता है, कुछ परिस्थितियों में से, कुछ अनुभवों में से लेकर हमें गुजारता है। और उन अनुभवों से गुजरने के द्वारा जब हम अपने आप को पूरी तरह से प्रभु के सामने समर्पित कर देते हैं, नम्र करते हैं, उसकी उपस्थिति में जब हम गिरते हैं, तो ऐसों को प्रभु अपने अनुग्रह में उठाकर अपनी सामर्थ्य से भरकर इस्तेमाल करता है। ദൈവദാസി, കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി നീ ശുശ്രൂഷിക്കുന്ന കർത്താവിനെ ഈ ശക്തി നിന്നിലേക്ക് വ്യാപരിച്ചിട്ടില്ല എന്ന് നിനക്ക് തോന്നുന്നുവെങ്കിൽ ഇന്നത്തെ രാത്രി ഈ വചനത്തിന്റെ മുമ്പാകെ ഒരു തീരുമാനമെടുത്ത് കർത്താവിന്റെ സന്നിധിയിലേക്ക് കൊടുക്കുക.
ഹല്ലേലൂയ. നിനക്ക് എന്തുണ്ട്, നിനക്ക് എന്തില്ല എന്നുള്ളത് വിഷയമല്ല. സമ്പൂർണ്ണമായി കർത്താവിന്റെ സന്നിധിയിൽ ഒന്ന് നുറുക്കപ്പെടുവാൻ നിന്നെ ഏൽപ്പിച്ചു കൊടുത്താൽ കഴിഞ്ഞ നാളുകളിൽ നീ കണ്ടിട്ടില്ലാത്ത ദൈവമഹത്വം നിന്റെ ജീവിതത്തിലൂടെ ഈ ലോകം കാണുവാൻ തക്കവണ്ണം കർത്താവ് ഇടയാക്കും. परमेश्वर के दास, परमेश्वर के दासी, पिछले कितने सालों से आप प्रभु की सेवकाई कर रहे हैं, पर अगर आपको लगता है कि आपकी जिंदगी में अभी तक आपको वो सामर्थ्य नहीं मिली है, तो आज अपने आप को इन वचनों के आधार पर प्रभु के सामने समर्पित करें, उसके सामने अपने आप को नम्र करें और प्रभु के सामने ये अंगीकार करें कि प्रभु, मेरे पास में क्या है क्या नहीं है उससे कोई फर्क नहीं पड़ता है, पर अगर आप उसके सामने समर्पित करने के लिए तैयार हैं, तो पिछले दिनों में जो कुछ आपने आज तक नहीं देखा है, कुछ ऐसा प्रभु आपकी जिंदगी में आपको दिखाने वाला है, उसके लिए वो सामर्थी परमेश्वर है। സഹോദരാ സഹോദരി, എന്നെ കേൾക്കണമേ. നിന്റെ ജീവിതത്തിൽ ഒന്നും നിനക്കില്ലായിരിക്കാം. ധനമില്ലായിരിക്കാം, പേരോ പെരുമയോ ഇല്ലായിരിക്കാം, വിദ്യാഭ്യാസമില്ലായിരിക്കാം, ലോകമൊന്നും നിന്നെ അറിഞ്ഞിട്ടില്ലായിരിക്കാം. എന്നാൽ ഇന്നത്തെ രാത്രി ഈ കേട്ട വചനത്തിന്റെ വെളിച്ചത്തിൽ അതിനെ ഗൗരവത്തോടെ എടുത്തുകൊണ്ട് നീ ആയിരിക്കുന്നിടത്ത് ഇന്ന് ഉറങ്ങുന്നതിന് മുമ്പ് കർത്താവിന്റെ സന്നിധിയിൽ ഒന്ന് മുഴങ്കാൽ വീണേ. അഥവാ നിന്റെ വീട്ടിൽ അതിനുള്ള സാഹചര്യമില്ലെങ്കിൽ പുറത്ത് എവിടെയെങ്കിലും പോയി ആ ഇരുട്ടത്ത് ദൈവസന്നിധിയിൽ ഒന്ന് മുട്ടുമടക്കിയിട്ട് സ്വർഗത്തിലേക്ക് കരങ്ങളെ ഉയർത്തി ഒന്ന് പറഞ്ഞേ, കർത്താവേ, ഞാനിതാ എൻ്റെ ജീവിതത്തെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുക. അങ്ങയുടെ ഭക്തന്മാരെ അങ്ങ് ഉപയോഗിച്ചതുപോലെ ഈ ദേശത്തെ നേടുവാൻ, ഒരു ജനത്തെ അങ്ങയ്ക്ക് വേണ്ടി ഒരുക്കുവാൻ അങ്ങയുടെ ശക്തി എൻ്റെ മേൽ പകർന്ന് എന്നെ ഉപയോഗിക്കണമേ എന്നൊന്ന് പ്രാർത്ഥിച്ചേ. भाई और बहनों, आपके पास में शायद कुछ भी नहीं होगा, पढ़ाई लिखाई नहीं होगी, धन नहीं होगा, कोई गुण कोई योग्यता नहीं होगी, कहने लायक कुछ भी नहीं होगा, दुनिया आपको नहीं जानती होगी, पर आज रात सोने से पहले अपने घर में आप हो सके तो घुटने टिकाएं, या घर पर अगर आपके पास माहौल नहीं है तो कहीं बाहर जाकर अंधेरे में घुटने टिकाएं, स्वर्ग की ओर हाथ उठाएं और प्रभु के सामने रो रो कर उससे कहें कि प्रभु, जैसे तूने अपने दासों को पिछले दिनों में इस्तेमाल किया, उसी तरह से प्रभु अपनी सामर्थ से भरकर मुझे इस्तेमाल कर, एक झुंड को तेरी उपस्थिति में लाने के लिए, कुछ लोगों को तेरे सामने लाने के लिए प्रभु मुझे इस्तेमाल कर। കർത്താവിന്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായി എന്നോട് സംസാരിക്കുന്നു. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ചില വ്യക്തികളുടെ ജീവിതത്തിൽ ഇന്നത്തെ രാത്രി ശ്രേഷ്ഠമേറിയ ഒരു സാക്ഷ്യത്തിന്റെ രാത്രിയാക്കി കർത്താവ് മാറ്റും. प्रभु का पवित्र आत्मा साफ साफ मुझसे बात कर रहा है कि इन वचनों को सुनने वाले कुछ लोगों की जिंदगी में आज की ये जो रात है, परमेश्वर एक बहुत ही उत्तम गवाही की रात बनाने जा रहा है। കർത്താവേ, ഞങ്ങളുടെ സന്നിധി ഞങ്ങളുടെ തലകളെ വണക്കുകയാണ്. അങ്ങ് കേൾപ്പിച്ച വചനത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പരീക്ഷയിലേക്ക് ഞങ്ങളെ കടക്കരുതെന്ന് പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് പരീക്ഷയെ ജയിക്കുവാൻ തക്കവണ്ണമുള്ള ആദ്യത്തെ സ്റ്റെപ്പ് അങ്ങയുടെ കരങ്ങളിൽ നുറുക്കപ്പെടുവാൻ, അങ്ങയുടെ കരങ്ങളിൽ ഉപയോഗിക്കപ്പെടുവാൻ തക്കവണ്ണം അങ്ങയുടെ തൃക്കരത്തിലേക്ക് ഞങ്ങളെ ഏൽപ്പിക്കുവാൻ അവിടെ ഞങ്ങൾക്ക് കൃപ തരണമെന്ന് പ്രാർത്ഥിക്കുക. प्रभु, हम अपने सिरों को आपके सामने झुकाते हैं, हम आपकी उपस्थिति में आते हैं प्रभु, ये प्रार्थना करने से पहले कि हमें परीक्षा में न ला, उससे पहले वाला जो कदम है प्रभु की परीक्षाओं को जीतने के लिए टूटना, प्रभु आपकी उपस्थिति में टूटना, परमेश्वर उस टूटने की जगह में से परमेश्वर हमें जब आप गुजारते हैं आपके अनुग्रह में बने रहने के लिए प्रभु उसमें हमारी मदद कर, उनमें स्थिर रहने में प्रभु हमारी मदद कर। കർത്താവേ, അങ്ങ് ഞങ്ങളോട് സംസാരിച്ചതിനായിട്ട് സ്തോത്രം. അങ്ങയുടെ ദാസന്മാരാകുന്ന ഞങ്ങൾക്ക് അങ്ങയുടെ ശുശ്രൂഷയിൽ വീണ്ടും തിരുസന്നിധിയിലായിരിക്കാൻ കൃപ തന്നല്ലോ. അടിയങ്ങളുടെ നാവിനെ അങ്ങ് ഉപയോഗിച്ചല്ലോ കർത്താവേ. അങ്ങയുടെ ദാസന്മാരെ, അങ്ങയുടെ ജനത്തെ ഇന്നത്തെ രാത്രി അനുഗ്രഹിച്ചടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഇന്നത്തെ രാത്രി ചിലരുടെ ജീവിതത്തിന് ഒരു ശ്രേഷ്ഠമേറിയ അനുഭവത്തിന്റെ രാത്രിയാക്കണം. ചിലരെ സ്വന്തം ഭവനങ്ങളിൽ നിന്ന് പ്രാർത്ഥിക്കട്ടെ, ചിലർ വെളിയിലേക്ക് കടന്നു പോയിട്ട് ഹല്ലേലൂയ കർത്താവിന്റെ സന്നിധിയിലേക്ക് കരങ്ങൾ ഉയർത്തി ചില പുതിയ തീരുമാനങ്ങൾ എടുക്കുവാൻ, പുതിയ ഉടമ്പടി എടുക്കുവാൻ ധൈര്യത്തോടെ ശക്തിയോടെ അങ്ങയുടെ വേല വർദ്ധിപ്പാൻ തക്കവണ്ണം ഇന്നത്തെ രാത്രിയുടെ വചന കേൾവി ഈടയാക്കി തീർക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാം അങ്ങയുടെ മഹത്വത്തിനാക്കി തീർക്കണം. അടിയനോടുകൂടെ ശുശ്രൂഷ ചെയ്യുവാൻ അങ്ങയുടെ ദാസനെ അവിടുന്ന് ഉപയോഗിച്ചതിനായിട്ട് സ്തോത്രം. അങ്ങയുടെ കൃപയാൽ ഈ നാളുകളിൽ അധികം ശക്തീകരിച്ചാട്ട്, അഭിഷേകം പകർന്നാട്ട്, കുടുംബമായി തൃക്കരങ്ങൾ ശക്തമായി ഉപയോഗിച്ചാട്ട് കർത്താവേ ഹല്ലേലൂയ അങ്ങയുടെ നാമ മഹത്വത്തിനാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ജനത്തെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തോത്രം. യേശു കർത്താവിന്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ കർത്താവിന്റെ ദാസൻ പ്രാർത്ഥിച്ച് അവസാനിപ്പിച്ചു. हम अपनी आंखों को बंद रखेंगे, प्रार्थना करेंगे। पिता, हम आपका धन्यवाद करते हैं सच्चे समय के लिए प्रभु, आपके वचनों के लिए हम आपका धन्यवाद करते हैं प्रभु, आपके दास के लिए धन्यवाद परमेश्वर, जिनके माध्यम से प्रभु आपका सामर्थ्य वचन हमारे लिए आया परमेश्वर। आपके दास को, उनके परिवार को, उनकी कलीसिया को, सेवकाई को परमेश्वर हम आपके नाम से आशीष देते हैं प्रभु। आज आपकी उपस्थिति में आए हुए आपके सारे दासों को, दासियों को परमेश्वर, आपकी संतानों को हम आपके हाथों में समर्पित करते हैं। ये वचन प्रभु हम सबकी जिंदगी में एक बड़ी आशीष का कारण बनने पाए, केवल सुनकर भूलने वाले नहीं प्रभु,
बल्कि परमेश्वर इन वचनों पर हम चलने वाले बनने पाए। जैसे आपके दास ने कहा प्रभु, आज परमेश्वर आप जो हम में से कईयों की जिंदगी में परमेश्वर ये आज के इस वचन को एक नई गवाही की ओर जब आप लाने जा रहे हैं प्रभु, हम प्रार्थना करते हैं आज की रात हम में से कई लोग सोने से पहले प्रभु अपने घरों में परमेश्वर हम आपकी उपस्थिति में बैठने पाए, या घर में नहीं तो बाहर हम आपकी उपस्थिति में बैठने पाए प्रभु। जहां भी हमें जगह माहौल मिलता है प्रभु, हम आपकी उपस्थिति में बैठे, इन वचनों के सामने हम अपने आप को समर्पित करें, अपनी कमियों कमजोरियों को परमेश्वर अंगीकार करते हुए परमेश्वर आपके सामने हम अपने आप को समर्पित करने पाए प्रभु। आज के इस वचन के लिए हम आपका धन्यवाद करते हैं प्रभु जी। हम में से हर एक के लिए प्रभु ये बड़ी आशीष का कारण बनने पाए प्रभु जी। हमें परीक्षा में न ला परमेश्वर, बुराई से बचा प्रभु जी। वो वचन प्रभु हमारी जिंदगियों में परमेश्वर आप पूरा करने जा रहे हैं, इसके लिए हम आपका धन्यवाद करते हैं परमेश्वर। हमारी मदद कर, सहायता कर, एक जयवंत जिंदगी जीने का परमेश्वर एक परमेश्वर अनुग्रह हम में से हर एक पर उंडेल। अपनी सामर्थ्य हमें भर, अपनी महिमा के लिए इस्तेमाल कर। सारा आदर सारी महिमा हम आपके नाम को समर्पित करते हैं प्रभु यीशु मसीह के नाम से मांगते हैं।